മുന്തിരിക്കൊല പറിക്കാൻ വേണ്ടി പോയതാ. അതെങ്ങാൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അത് മതിയാവും. എത്ര എടുത്താലും തീരൂലല്ലോ. പക്ഷെ കിട്ടിയില്ല, പോയി, അകന്നുപോയി. പിന്നെ നബി തങ്ങളോട് ചോദിച്ചു, എന്തിനാ നബി ബേക്കോട്ടടിച്ചത്? പെട്ടെന്ന് തങ്ങൾ പിറകോട്ട് മാറിയല്ലോ. ഉടനെ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ പിറകോട്ട് മാറിയത് സ്വർഗം കാണിച്ചെന്ന്. അതേ സ്ഥലത്ത് അള്ളാഹ് നരകവും കാണിച്ചു തന്നു. ഭയാനകമായ നരകം എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ആ നരകത്തിന്റെ ഭയാനകത കണ്ടപ്പോൾ, നരകത്തിൽ കത്തിക്കരിയുന്ന ഇബ്ലീസുൽ ലഈൻ ഒരു തീക്കൊള്ളിയെടുത്ത് എന്റെ നേരെ ചൂണ്ടിയപ്പോൾ ഞാൻ പിറകോട്ട് മാറിയതാണ് സഹാബത്തെ. ശഫീഉനാ റസൂലുള്ളാഹി. ഹദീസ് സുദീർഘമാണ്, എന്റെ വിഷയത്തിന്റെ ഭാഗം മാത്രം പറയുകയാണ്. സഹാബത്ത് ചോദിച്ചു, നരകത്തിൽ ആരാണ് നബിയെ കൂടുതൽ? ഉടനെ പ്രവാചകർ പറഞ്ഞു, വറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ. നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് സ്ത്രീകളാകുന്നു. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണത്. നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ഇത് കേട്ടപ്പോ പുരുഷന്മാരുടെ മനസ്സ് തേങ്ങി. അവർ ചോദിച്ചു, നബിയെ, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ നരകത്തിൽ വരാൻ കാരണം? ബികുഫ്രിഹിന്ന, നന്ദി കെട്ട സ്വഭാവമുള്ളത് കൊണ്ടാണ്, കുഫ്ർ കൊണ്ടാണ്. ബികുഫ്രിഹിന്ന എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, യക്ഫുർന ബില്ലാഹ്, അള്ളാഹിനോട് നന്ദി കെട്ട സ്വഭാവം കാണിച്ചത് കൊണ്ടാണോ, അള്ളാഹുവിനോട് കുഫ്ർ കാണിച്ചത് കൊണ്ടാണോ നരകത്തിൽ വന്നത്? ഉടനെ പ്രവാചകർ പറഞ്ഞു, അല്ല, വലാകി യക്ഫുർനൽ അശീർ, ഭർത്താക്കന്മാരോട് നന്ദിയില്ലാത്തത് കൊണ്ടാണ്. ഭർത്താക്കന്മാരോട് വളരെ നന്ദിയില്ലാതെ പെരുമാറും. എത്ര നിഅമത്ത് ചെയ്തു കൊടുത്ത ഭർത്താവാണെങ്കിലും, എത്ര സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിലും അതെല്ലാം തള്ളിപ്പറയുന്ന സ്വഭാവം, നിസാരമായി കാണുന്ന സ്വഭാവം, ആ സ്വഭാവക്കാരിയായ പെണ്ണുങ്ങളാണ് നരകത്തിൽ കൂടുതലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കാരത്തിന്റെ കുറവല്ല, നോമ്പിന്റെ കുറവല്ല, ഖുർആൻ പാരായണത്തിന്റെയോ സദഖയുടെയോ കുറവല്ല, ഭർത്താക്കന്മാരോട് നന്ദിയില്ലാത്തൊരൊറ്റ കാരണമാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ വന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആലോചിച്ച് നോക്കി നിങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചോൻ നമ്മളെ സഹോദരിമാരെ കാത്തുരക്ഷിക്കട്ടെ. ഭർത്താവിനോട് നന്ദിയില്ലാതെ പെരുമാറിയത് കൊണ്ടാണ് നരകത്തിൽ കൂടുതൽ പെണ്ണുങ്ങൾ വന്നത്. ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആലോചിക്കേണ്ടതല്ലത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ ഗുണം അനുസരണമാണ് ഒരു പെണ്ണിനുണ്ടാവേണ്ടത്. അതില്ലെങ്കിൽ പിന്നെ മറ്റു ഗുണങ്ങളൊന്നും എണ്ണി പറയണ്ട. നിസ്കരിക്കുന്നോ, നോമ്പ് വിൽക്കുന്നോ, ഹജ്ജിന് പോയിടുന്നോ ഒന്നും പറയേണ്ട ആവശ്യം. ഇതുണ്ടോ? സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അത് ആവശ്യമാണ്. ഹിയ ജന്നതുകി ഹിയ നാറുകി, നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, നിന്റെ ഭർത്താവ് നിന്റെ നരകമാണ്. ഭർത്താവുമായുള്ള ബന്ധം നന്നായാൽ അക്കാരണം കൊണ്ട് സ്വർഗം, ഭർത്താവുമായുള്ള ബന്ധം മോശമായാൽ അക്കാരണം കൊണ്ട് നരകം. ഭർത്താവ് നിന്റെ സ്വർഗം, ഭർത്താവ് നിന്റെ നരകം. ആ ഹദീസ് ആലോചിച്ചു. രണ്ടാമതായി ഒരു സ്ത്രീക്കുണ്ടാവേണ്ട ഗുണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, അയ്യുൻ നിസായി ഖൈറു യാ റസൂലല്ലാഹ്, ഏതൊരു പെണ്ണാണ് നബിയെ ഖൈറായ പെണ്ണ്? പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ നല്ല പെണ്ണ് ഏതാണ്? നല്ല ഭാര്യ ഏതാണ്? നല്ല ഭാര്യയാണ് നമ്മുടെ വിഷയം. ഇവിടെ ചോദിക്കുന്നു റസൂലുള്ളാഹിനോട്, അയ്യുൻ നിസായി ഖൈറു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഏതൊരു പെണ്ണാണ്, ഏതൊരു ഭാര്യയാണ് ഖൈറായ ഭാര്യ, നല്ല ഭാര്യ ആരാണ്? നമ്മളെ വിഷയത്തിന് മറുപടി അള്ളാന്റെ റസൂല് പറയാണ്. പ്രവാചകനോട് ഇതേ ചോദ്യം ചോദിച്ചു, നല്ല ഭാര്യ ആരാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താണ്? തസുറുഹു ഇദാ നളർ, തസുറുഹു ഇദാ നളർ വതുതിഉഹു ഇദാ അമർ വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്. മൂന്ന് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. നല്ല ഭാര്യയുടെ ലക്ഷണം. ആരാണ് നല്ല ഭാര്യ? തസുറുഹു ഇദാ നളർ, അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. പുറത്തിറങ്ങിപ്പോകുന്ന ഭർത്താവ് എത്ര ക്ലേശങ്ങളുണ്ടെങ്കിലും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും സ്വന്തം വീട്ടിലേക്ക് കയറി വന്ന് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ മുഖത്തേക്ക് നോക്കിയാൽ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയാൽ, ആ ഭാര്യയുടെ മുഖം കാണലോടുകൂടി അവന്റെ വിഷമങ്ങളെല്ലാം തീർന്നുപോയി, അവന്റെ മനസ്സ് സന്തോഷിച്ചു പോയി. അങ്ങനെ ഭർത്താവ് മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന്റെ വിഷമങ്ങൾ നീക്കിക്കളയുന്ന നല്ല സന്തോഷവതിയായ മുഖത്തോടുകൂടെ ഭർത്താവിനെ കാണുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തസുറുഹു ഇദാ നളർ, അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന് സന്തോഷമുണ്ടാകുന്നു. എന്ത് വിഷമുണ്ടെങ്കിലും വീട്ടിൽ വന്ന് ഭാര്യയുമായുള്ള ബന്ധം, അവളെ മുഖത്തേക്ക് നോക്കിയാൽ സന്തോഷം. അതാ ഖൈറായ പെണ്ണ്, നല്ല ഭാര്യ അതാണ്. തസുറുഹു, അവൾ നിന്നെ സന്തോഷിപ്പിക്കും. ഇതാ നളറ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ സന്തോഷമായി.
അവളുടെ മനോഹരമായ തിളക്കമുള്ള സന്തോഷത്തിന്റെ മുഖം, സ്നേഹത്തിന്റെ മുഖം, സ്നേഹം വായിച്ചെടുക്കാൻ പറ്റുന്ന മുഖം കണ്ടാൽ, ഇത്ര വലിയ സ്നേഹനിധിയായ ഒരു ഭാര്യ എനിക്കുണ്ടെങ്കിൽ, ഇത്രയേറെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യ എനിക്കുണ്ടെങ്കിൽ, മറ്റു പ്രശ്നങ്ങളൊന്നും അവന്റെ മുമ്പിൽ പ്രശ്നങ്ങളെയല്ല. ആ രൂപത്തിൽ ഭർത്താവിന്റെ മുമ്പിൽ മുഖം കാണിക്കാൻ കഴിയുന്ന പെണ്ണ്, അവളാണ് നല്ല ഭാര്യ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ ഗുണം, നോട്ടത്തിൽ തന്നെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവൾ. രണ്ടാമത്തെ ഗുണം പ്രവാചകൻ പറയുന്നത് വതുതിഉഹു ഇദാ അമർ, എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുന്നവൾ, ഭർത്താവിനോട് എതിർക്കാത്തവൾ. തുതിഉഹു, ഭർത്താവിനിക്ക് വഴിപ്പെടും. ഇദാ അമറ, അവൻ കൽപ്പിച്ചാൽ, ഭർത്താവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ അതനുസരിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും അവൾക്ക് വലിയ താല്പര്യമാണ്. അവൾക്ക് ഇഷ്ടമുണ്ടായാലും അവരുടെ പ്രകൃതിയോട് യോജിക്കുന്നതല്ലെങ്കിൽ പോലും ഭർത്താവിനിക്ക് വഴിപ്പെടുക എന്ന വിഷയത്തിൽ വളരെ തൽപരയാണ് അവർ. എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുന്നവളെന്നാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹ്, അവളുടെ ശരീരത്തിലും അവളെ സമ്പത്തിലും ഭർത്താവിற்கு ഇഷ്ടമില്ലാത്ത ഒന്നും അവൾ ചെയ്യാത്തവളാണ്. അവളെ ശരീരം ഭർത്താവിനുള്ളതാണ്. ആ ശരീരത്തിലേക്ക് നോക്കാനോ മറ്റുള്ളവർ അനുവദിക്കാത്ത പെണ്ണ്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്ത പെണ്ണ്, അവളെ നഫ്സിലും അവളെ സമ്പത്തിലും ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒന്നും ചെയ്യാത്തവൾ, ഈ മൂന്ന് കാര്യങ്ങളുള്ളവളാണ്, ഈ മൂന്ന് ലക്ഷണമുള്ളവളാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൂന്ന് മനസ്സിലായില്ലേ? അവളെ മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് പുളകിതമാകുന്നു. എന്ത് കൽപ്പിച്ചാലും അനുസരിക്കുന്നു. അവളെ ശരീരം, അവളെ സമ്പത്ത്, അത് രണ്ടിലും ഭർത്താവിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്തവൾ. അങ്ങനെയാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. നമ്മൾ പറഞ്ഞില്ലേ, ബീവി ഖദീജയുടെ ശരീരം, ബീവി ഖദീജയുടെ സമ്പത്ത്, അത് മുഴുവനും ഭർത്താവിനുള്ളതാണ്. ദരിദ്രനായ ഭർത്താവിനുള്ളതായി നീക്കിവെച്ചു ഖദീജ. ശരീരം ഭർത്താവിന്, തന്റെ സമ്പത്ത് ഭർത്താവിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയേറെ സ്നേഹിച്ചു ആ നബിനെ, എത്രയേറെ അനുസരിച്ചു. സൗന്ദര്യമല്ല സ്നേഹത്തിന്റെ മാനദണ്ഡം, സൗന്ദര്യമല്ല സ്നേഹത്തിന്റെ മാനദണ്ഡം, ആരോഗ്യമല്ല, പ്രായമല്ല. പിന്നെന്താണ്? ഖദീജ ബീവി നബിയേക്കാൾ പ്രായമുള്ള പെണ്ണാണ്. നബി തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 വ്യക്തികൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിലൊരാൾ കല്യാണം കഴിച്ചയാൾ മരിച്ചുപോയി, പിന്നെ വേറൊരാൾ കല്യാണം കഴിച്ചു. അതും കഴിഞ്ഞിട്ട് 3ാമത്തെ വിവാഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് നടക്കുന്നത്. നബിയേക്കാൾ 15 വയസ്സ് കൂടുതലാണ്. എന്നിട്ട് പോലും നബിയുടെ മനം കവർന്ന മഹദി, സൗന്ദര്യമല്ല, ആരോഗ്യമല്ല, അതുപോലെ കന്യകത്വമല്ല, അതൊന്നുമല്ല സ്നേഹത്തിന്റെ മാനദണ്ഡം. സ്നേഹമുണ്ടാക്കുന്ന വസ്തുക്കൾ അതൊന്നുമല്ലെന്ന് ഖദീജാബിയുടെ ചരിത്രം പഠിപ്പിക്കുകയാണ്. എല്ലാം ഭർത്താവിന് വേണ്ടിയുള്ള സമർപ്പണം, തന്റെ സമ്പത്ത്, തന്റെ ശരീരം, എല്ലാം ഭർത്താവിന് വേണ്ടി, ഭർത്താവിനെ പരിപൂർണമായി അനുസരിക്കുന്നവൾ. അങ്ങനത്തെ ഒരു പെണ്ണ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അവൾ പ്രായമുള്ളവളാണെങ്കിലും, അവൾക്ക് സൗന്ദര്യമില്ലെങ്കിലും, അവൾക്ക് സമ്പത്തില്ലെങ്കിലും, അവളെ മുമ്പ് പല ആളുകളും കല്യാണം കഴിച്ചവളാണെങ്കിലും മഹബത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. അതൊന്നുമില്ലാത്തൊരു പെണ്ണ്, ആ കന്യകയാണ്, ആരും തൊടാത്ത പെൺകുട്ടിയാണ്, സുന്ദരിയാണ്, പണക്കാരിയാണ്, ചെറുപ്പക്കാരിയാണ്, ഒക്കെയാണ്. പക്ഷെ അനുസരണം എന്ന് പറയുന്ന സ്വഭാവം അല്ലെങ്കിൽ ഒരു വസ്തുവിനും പറ്റില്ല. 2 ദിവസം കൊണ്ട് മടുത്തിരിക്കും. പോലെ വീട്ടിൽ കല്യാണം കഴിച്ചിട്ട് കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ, പിടിയക്കൊലയുമലുണ്ടാവും, അല്ലെ ആളില്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ഇരുട്ടത്തിരുന്ന് വർത്താനം പറയുണ്ടാവും. എന്താടോ വീട്ടിൽ പോണില്ലേ? സമയം 12 മണി. 12 ആയിട്ടുള്ളൂ, കുറച്ചുകൂടി കഴിയട്ടെ അറിയും. എന്താ കാരണം? ഈ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സുഖം അവിടെ കിട്ടൂല, അതിനെ കട്ടി നല്ല ഇവിടെ ഇരിക്കലല്ലേ. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ വീട്ടിൽ പോകാതെ ഇങ്ങനെ 12 മണി, 12:30, 1 മണിക്കൊക്കെ വീട്ടിൽ പേരെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചൂട്. നിങ്ങളെന്താ നേരത്തെ വരാത്തതിന് കാരണം എന്താ? നമ്മളൊരു പങ്കാളിയാണ്. മുഖത്തേക്ക് നോക്കിയാൽ സന്തോഷിപ്പിക്കുന്നവൾ, കൽപ്പിച്ചാൽ അനുസരിക്കുന്നവൾ, സമ്പത്തിലും ശരീരത്തിലും ഭർത്താവിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്തവൾ, അവളാണ് നല്ല ഭാര്യ എന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല പകർത്താൻ നമ്മുടെ സഹോദരിമാർക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സന്തോഷിപ്പിക്കുക, ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, അത് നിലനിർത്താൻ കഴിയണം. അതൊരു സൗഭാഗ്യം. അസ്മാ ബിൻത് ഖാരിജ റളിയല്ലാഹു തആല തന്റെ മകളെ കെട്ടിച്ചയക്കുമ്പോൾ മകൾക്ക് കൊടുക്കുന്ന ഉപദേശം, ഉമ്മമാര് മക്കളെ കെട്ടിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശങ്ങളുണ്ട്. നേരത്തെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വിവാഹിതയായി വിവാഹം കഴിച്ച് പറഞ്ഞയക്കുന്നതിന് മുമ്പ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദകളുണ്ട്. ബഹുമാനപ്പെട്ട അസ്മാ ബിൻത് ഖാരിജ റളിയല്ലാഹു തആല അൻഹ തന്റെ മകളെ കെട്ടിച്ചയക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മകളോട് പറയാണ്, മോളെ, നീ ഇന്ന് വരെ ജീവിച്ച് നിന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും കൂടെയാണ്.
ഇന്നതാ ഭർത്താവിന്റെ വീട്ടിലേക്ക് നിന്നെ മാറ്റി പാർപ്പിക്കുകയാണ്. അക്കാലത്തൊക്കെ അങ്ങനെ, നിങ്ങളെ നാട്ടിലും അങ്ങനെ. ഇവിടെ ജനിച്ച വീട്ടിൽ തന്നെ മരിക്കോളാം. അങ്ങനെ ഒരു ഭാഗ്യം നമ്മളെ പെണ്ണുങ്ങൾക്ക് ഉണ്ട്. എവിടെയും പോണ്ട. ഖാരിജത്തുൽ ഫിസാരിയുടെ മകൾ അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ മകൾ പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ നീ പോകുന്നത് എങ്ങോട്ടാണ്? ഭർത്താവിന്റെ വീട്ടിലേക്കാണ്. നിനക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ കൂനീ ലഹു അർളാ, നീ നിന്റെ ഭർത്താവിനിക്ക് ഭൂമിയാവണം. നീ നിന്റെ ഭർത്താവിനിക്ക് ഭൂമിയാവണം. എന്നാൽ യകുല്ലക സമാ, ഭർത്താവ് നിനക്കൊരു ആകാശമാകും. നീ ഭൂമിയാവുക, എന്നാൽ ഭർത്താവ് നിനക്കൊരു ആകാശമാകും. എന്തൊരാലങ്കാരികമായ പ്രയോഗമാണ്. അതുപോലെ വകൂനി ലഹു മിഹാദാ, നീ ഭർത്താവിനിക്ക് ആശ്വാസം പകരുന്ന തൊട്ടിലാവുക. കുട്ടികളെ താരാട്ട് പാടുന്ന തൊട്ടിൽ, അതുപോലെ ശാന്തി നൽകുന്ന തൊട്ടിലാവുക. നീ ഭർത്താവിനിക്കൊരു തൊട്ടിലായാൽ യകുല്ലകി ഇമാദാ, ഭർത്താവ് നിനക്കൊരു തൂണാകും. ഒരു തൂണുണ്ടെങ്കിലേ തൊട്ടിലെ കെട്ടാൻ പറ്റുകയുള്ളൂ. ഭർത്താവ് നിനക്കൊരു തൂണാകും. അതുകൊണ്ട് മോളെ നീ ഭർത്താവിനിക്കൊരു തൊട്ടിലാവണം, എന്നാൽ ഭർത്താവ് നിനക്കൊരു തൂണാകും. നീ ഭർത്താവിനിക്ക് ഭൂമിയാവണം, എന്നാൽ ഭർത്താവ് നിനക്ക് ആകാശമാകും. വകൂനി ലഹു അമതൻ, നീ ഭർത്താവിന് മുമ്പിൽ ചെന്നാൽ ഭർത്താവിന്റെ മുമ്പിൽ ഒരു അടിമപ്പെണ്ണാവണം, ഒരു ദാസിയാവണം. അങ്ങേയറ്റത്ത് അനുസരണമുള്ള ദാസിയാവണം. എന്നാൽ യകുല്ലകി അബ്ദുൻ, അവൻ നിനക്ക് അടിമയാകും. നീ ദാസിയാകുമ്പോൾ നിന്റെ ഭർത്താവ് ഒരടിമയാകും നിനക്ക്. നീ ഭൂമിയാകുമ്പോൾ ഭർത്താവ് നിനക്ക് ആകാശമാകും. നീ തൊട്ടിലാകുമ്പോൾ ഭർത്താവ് നിനക്കൊരു താങ്ങാകും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട അസ്മാവ് പറയുകയാണ്, മോളെ വഹ്ഫലി അംഫഹു വസംഅഹു വഅയ്നഹു, ഭർത്താവിന്റെ മൂക്കിനെ നീ കാത്തു സൂക്ഷിക്കണം, ഭർത്താവിന്റെ കണ്ണിനെ കാത്തു സൂക്ഷിക്കണം, ഭർത്താവിന്റെ ചെവിയെ നീ കാത്തു സൂക്ഷിക്കണം. മോളെ അത് നിന്റെ ബാധ്യതയാണ്. ഭർത്താവിന്റെ കണ്ണിനെ സൂക്ഷിക്കണം, മൂക്കിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഫലാ യശുമ്മു മിൻകി ഇല്ലാ ത്വയ്ബാ, ഭർത്താവ് ഒരിക്കലും സുഗന്ധമല്ലാതെ നിന്നിൽ നിന്ന് മണക്കാൻ പാടില്ല. ഏത് സമയത്ത് ഭർത്താവിന്റെ മുമ്പിൽ വരുമ്പോഴും നല്ല സുഗന്ധം അടിച്ചു വീശണം. ഭർത്താവ് സുഗന്ധമല്ലാതെ നിന്നിൽ നിന്ന് മണക്കാൻ പാടില്ല. അതുപോലെ വലാ യസ്മഉ മിൻകി ഇല്ലാ ഹുസ്നാ, ഭർത്താവിന്റെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന, ഭർത്താവിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന നല്ല വാക്കുകളല്ലാതെ ഭർത്താവ് കേൾക്കാൻ പാടില്ല. വലാ യൻദുറു മിൻകി ഇല്ലാ ജമീലാ, അഴകല്ലാതെ സൗന്ദര്യമല്ലാതെ ഭർത്താവിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഇടവന്നുകൂടാ. എന്തൊരു ഉപദേശമാണ്, എന്തൊരു ഉപദേശമാണ്. ഭർത്താവിന്റെ മൂക്കിനെ കാക്കണം, സുഗന്ധമല്ലാതെ ഭർത്താവിനിക്കൊരിക്കലും അനുഭവപ്പെടരുത്. ഭർത്താവിന്റെ കണ്ണിനെ കാക്കണം, സൗന്ദര്യമല്ലാതെ നിന്നിൽ നിന്ന് കാണരുത്. ഭർത്താവിന്റെ കാതിനെ കാക്കണം, നല്ല കേൾക്കാൻ സുഖമുള്ള വാക്കുകളല്ലാതെ നിന്നിൽ നിന്ന് കേൾക്കരുത്. അതാണ് സ്നേഹമുണ്ടാക്കാനുള്ള വഴി. കാണുന്നത് മുഴുവനും സൗന്ദര്യം, കേൾക്കുന്നത് മുഴുവനും സന്തോഷമുണ്ടാക്കുന്ന മധുരമൊഴികൾ, തേൻമൊഴികൾ. അങ്ങനെ തേൻമൊഴികളെ കൊണ്ട് ഭർത്താവിന്റെ കാതുകളെയും സൗന്ദര്യം കൊണ്ട് തന്റെ ഭർത്താവിന്റെ കണ്ണിനെയും അതുപോലെ തന്നെ സുഗന്ധം കൊണ്ട് തന്റെ ഭർത്താവിന്റെ മൂക്കിനെയും നീ കാത്തു സൂക്ഷിക്കണം. അസ്മാ ബിൻത് ഖാരിജത്ത് തന്റെ മകൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. എന്തൊരു നല്ല ഉപദേശമാണ്. ആലോചിച്ചു, ഭർത്താവിന്റെ മുമ്പിൽ എപ്പോഴും നല്ല മണം, നല്ല സുഗന്ധം. ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ എപ്പോഴും കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് അണിഞ്ഞൊരുങ്ങിയിരിക്കണം. സ്വർണം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയത് അതിന് വേണ്ടിയാണ്. പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണ്, സ്ത്രീകൾക്ക് സ്വർണം ഹലാലാണ്. എന്തിനാണ് ഈ സ്വർണം? ആരാന്റെ മുമ്പിലേക്ക് കെട്ടിപ്പോവാനല്ല, സ്വന്തം ഭർത്താവിനെ ആകർഷിക്കാനാണ്. നമ്മളെല്ലാം വിപരീത. ആരാന്റെ മുമ്പ് പോകുമ്പോൾ ആ സ്വർണം കെട്ടല് അല്ലേ? സത്യത്തിൽ ഇസ്ലാം അനുവദിക്കുന്ന ആർക്കാണ്? ഭർത്താവിന്റെ കണ്ണിന് കുളിര് നൽകാൻ, ഭർത്താവിനെ ആസ്വദിക്കാനാണ് സ്വർണം. പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണ്, പക്ഷേ പട്ടുവസ്ത്രം പെണ്ണുങ്ങൾക്ക് ഹലാലാണ്. എന്തുകൊണ്ട്? തന്റെ ഭർത്താവിനെ ആകർഷിപ്പിക്കാൻ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ആകർഷണം നിലനിൽക്കേണ്ടത് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്, കുടുംബ ബന്ധത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ട് ശറഅ് അവർക്ക് സ്വർണം ഹലാലാക്കുന്നു, പട്ടുവസ്ത്രം അത് അവർക്ക് ഹലാലാക്കുന്നു, പുരുഷനത് ഹറാമുമാണ്. ഈ ബന്ധം നിലനിൽക്കേണ്ടത് കുടുംബ ബന്ധത്തിന്റെ അനിവാര്യതയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഭർത്താവ് വീട്ടിലുള്ളപ്പോൾ എപ്പോഴും നേരത്തെ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ ഭർത്താവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാവൂ. ഭർത്താവ് കാണുന്ന സന്ദർഭത്തിൽ സൗന്ദര്യമല്ലാതെ കാണാൻ ഇടവന്നുകൂടാ. അങ്ങനെ നിയമം.
ഇത് ആരാന്റെ മുമ്പക്ക് പോകുമ്പോ നല്ല സാരി എടുത്ത് 4000-ന്റെ 5000-ന്റെ സാരി എടുത്ത് 5000-ന്റെ സാരി 8000-ന്റെ സാരി ഇതെല്ലാം എടുത്ത് അങ്ങനത്തെ ഒരു പണി ആണുങ്ങളാരും ചെയ്യൂല. നമ്മളെ കുപ്പായത്തിനും തുണിക്കൊക്കെ ആകെ തൂക്കി വിറ്റാൽ ആകെ വില കൽപ്പിച്ചാൽ എത്ര ഉണ്ടാവുക? എത്ര വലിയ ആളെ ഡ്രസ്സിനും ₹1000 മേലെ പോകാൻ പ്രയാസ. 5000-ന്റെയും 6000-ന്റെയും സാരി ഉടുത്ത് വിലപിടിപ്പുള്ള പെർഫ്യൂം സുഗന്ധങ്ങൾ ഉപയോഗിച്ച് കണ്ണിൽ സുറുമയെഴുതി മുടി ചീകി വൃത്തിയാക്കി ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് അണിഞ്ഞൊരുങ്ങി കുടുങ്ങി പോകുന്ന സഹോദരിമാർ അന്യവന്റെ ആരാന്റെ കണ്ണിന് സുഖം നൽകുന്നു. കാമവെറിയന്മാരുടെ കണ്ണുകൾക്ക് സമാധാനം കൊടുക്കുന്നു. അന്യവന്റെ കണ്ണുകൾക്ക് ആസ്വാദനം കൊടുക്കുന്നു. സ്വന്തം ഭർത്താവിന്റെ മുമ്പിലെത്തിയാൽ മണക്കടെ ഒരു മാക്സി ഉണ്ടാവും. ആ മാക്സി തന്നെ എപ്പോഴും അടുത്തുകൂടെയാണ് പോവാ അങ്ങോട്ട് വരിക. അപ്പൊ തന്നെ സാന്നിധ്യം വിളിച്ചറിയിച്ചുകൊണ്ടാവരലും പോക്കും. അത് പാടില്ല. ഈ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാരണം കൊണ്ടാകില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മണം ഒരിക്കൽ അനുഭവിച്ചാൽ മതി, എന്തോ മനസ്സിൽ വെറുപ്പ് കയറും. പിന്നെ അത് കണ്ട് യോജിച്ചിട്ടാൻ വലിയ പേടിയാണ് അല്ലേ? മനുഷ്യന്റെ മനസ്സ് വെറുത്തു പോകും. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് കണ്ടില്ലേ, നമ്മൾ അപ്പുറത്തുള്ളവനെ മണക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കാത്ത ഒരു ഓഫും ഉണ്ടാവില്ല. റമളാൻ മാസമായ പല്ലേക്കാൻ തന്നെ പാടില്ല എന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. ഓല് എന്ന് അറിയുമ്പോൾ ഇപ്പുറത്തുള്ള ബോധം കടലോടും. മണം എന്ന് പറഞ്ഞ് സഹിക്കാൻ കഴിയില്ല, ദുർഗന്ധം. അതുകൊണ്ട് എപ്പോഴും വായ വൃത്തിയാക്കി സുഗന്ധം മാത്രമല്ലാതെ നിന്റെ ഭർത്താവ് എനിക്ക് മണക്കാൻ ഇടവന്നുകൂടാ. കാരണം മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് കുറഞ്ഞു പോകും. കാണുമ്പോഴൊക്കെ സൗന്ദര്യം വേണം. ഭർത്താവിനിക്ക് നിന്നെ പുച്ഛമായി തോന്നുന്ന അവസ്ഥയുണ്ടാവരുത്. എപ്പോഴും ഭർത്താവിന് മുമ്പിൽ സൗന്ദര്യം നിലനിർത്താൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സൽഖാ വൽ മർഹാ. സൽഖാ മർഹാ എന്നീ രണ്ട് വിഭാഗം പെണ്ണുങ്ങളെ റസൂലുള്ള ശപിച്ചിരിക്കുന്നു. സൽഖാ മർഹാ എന്നീ രണ്ട് വിഭാഗത്തെ അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട്. സൽഖാ മർഹാ എന്തായതിനർത്ഥം? സൽഖാ എന്ന് പറഞ്ഞാൽ അല്ലത്തി ലാ തഖ്തലിബു, ഭർത്താവിന് വേണ്ടി കയ്യിൽ മൈലാഞ്ചി അണിയാത്ത പെണ്ണ്. ഭർത്താവിന് വേണ്ടി കയ്യിൽ മൈലാഞ്ചി അണിയാത്ത പെണ്ണിനെ അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. അതുപോലെ മർഹാഇനെ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. മർഹാ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മുമ്പിൽ കണ്ണിൽ സുർമയെയ്താത്ത പെണ്ണ്, ഭർത്താവിന് വേണ്ടി മൈലാഞ്ചി അണിയാത്ത, ഭർത്താവിന് വേണ്ടി കണ്ണിൽ സുർമയിടാത്ത പെണ്ണിനെ അള്ളാന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു പെണ്ണ് കയ്യിൽ മൈലാഞ്ചിയിട്ടാൽ, ഭർത്താവുള്ള പെണ്ണ് കയ്യിൽ മൈലാഞ്ചിട്ടാൽ പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന സ്വാലിഹായ അമലാണ്. ഒരു ഭർത്താവുള്ള പെണ്ണ് കണ്ണിൽ സുറുമയിട്ടാൽ പരലോകത്ത് കൂലി കിട്ടുന്ന ഇബാദത്താണ്. കാരണം തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച് തന്റെ ഭർത്താവിന്റെ ശ്രദ്ധ മുഴുവനും എന്നെക്കൊള്ള തന്നെയാവണം. ഒരു അന്യ പെണ്ണിലേക്ക് എന്റെ ഭർത്താവിന്റെ കണ്ണു പോവാൻ പാടില്ല. അന്യ നോട്ടത്തെ തൊട്ട് എന്റെ ഭർത്താവിന്റെ കണ്ണിനെയും മനസ്സിനെയും കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുറുമയെഴുതുകയും കയ്യിൽ മൈലാഞ്ചിടുകയും ചെയ്താൽ അത് സ്വാലിഹായ അമലാണ്, പരലോകത്തിൽ പ്രതിഫലം കിട്ടുന്ന അമലാണ്. അത് ചെയ്യാത്തവരെ റസൂലുള്ള ശപിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയാണ്, റൂഹുൽ ബയാൻ തഫ്സീർ പരിശോധിച്ചാൽ ഈ ഹദീസ് കാണാം. നിങ്ങളൊന്ന് ആലോചിച്ചോ. ഇതൊക്കെ സ്ത്രീ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അനുസരണം, ഭർത്താവിന്റെ മുമ്പിൽ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന മുഖം, പെരുമാറ്റം, വസ്ത്രം, ഇതൊക്കെ തന്നെ ഭർത്താവിനെ ആകർഷിക്കുന്ന രൂപത്തിലാവണം. ഭർത്താവിനെ വെറുപ്പിക്കുന്ന രൂപത്തിലാവരുത്. ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ മുഖം കാണിച്ചും വസ്ത്രം ധരിച്ചും അണിഞ്ഞൊരുങ്ങി നിൽക്കുക. അതിന് കൂലി കിട്ടും. രാവിലെ കുളിച്ച് വൃത്തിയായി ബ്ലൗസും സാരിയൊക്കെ കൊടുത്ത് ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് അതിന് കൂലിയാണ്. അവനാന്റെ വീട്ടിന്റെ ഉള്ളിലാകുമ്പോൾ ഏത് വസ്ത്രവും ധരിക്കാം. ഭർത്താവ് മാത്രമുള്ള സ്ഥലത്ത് ഭർത്താവിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം. പുറത്തിറങ്ങുമ്പോൾ മാന്യമായ ഡ്രസ്സ് ധരിക്കാം. ഇതൊക്കെ നേരെ തിരിച്ച തലകുത്തനെയാണ്. ഇഷ്ടമുള്ള ഡ്രസ്സ് ഭർത്താവിന് മുമ്പിൽ ധരിക്കാം. ഭർത്താവിന് എന്താണോ താല്പര്യം അത് ധരിച്ചോട്ടെ. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ നിന്നാൽ ഭർത്താവിന്റെ കണ്ണിന് തണുപ്പ് നൽകാൻ, ഭർത്താവിന്റെ കണ്ണിന് കുളിർമ നൽകാൻ നിനക്ക് സാധിച്ചാൽ പരലോകത്ത് കൂലി കിട്ടുന്ന ഇബാദത്താണ്. കാരണം ഭർത്താവ് അന്യ സ്ത്രീകളെ കൊള്ള നോക്കാൻ പാടില്ല. ആണുങ്ങൾ പൊതുവെ നോക്കുന്ന പാർട്ടിയാ. കുറുക്കൻ ചത്താലും കണ്ണു കോയിക്കൂട്ടിക്ക് എന്ന് പറഞ്ഞ മാതിരി എത്ര വയസ്സായാലും ശരി പെണ്ണുങ്ങൾ പോണണ്ട നോക്കും. അതിന് സ്വഭാവമാണ്. ഞാൻ ചൊല്ലില്ലേ, കുറുക്കൻ ചത്താലും കണ്ണു കോയിക്കൂട്ടിക്കായിരിക്കും. ആ രൂപത്തിലാണ്. അപ്പോൾ ഒരു പരിധി വരെ രക്ഷിക്കാൻ കഴിയാർക്കാണ്?
ഭാര്യമാരുടെ സ്നേഹസമ്പൂർണമായ പെരുമാറ്റവും അണിഞ്ഞൊരുങ്ങലും വസ്ത്രം ധരിക്കലും അതൊക്കെ കാണുമ്പോൾ ഭർത്താവിന്റെ ശ്രദ്ധ അങ്ങോട്ട് തന്നെ വരും, വേറെ ഇങ്ങോട്ടും നോക്കൂല. അത് നിലനിർത്താൻ ഭാര്യമാർ ശ്രമിക്കാൻ നിങ്ങളെ ഉത്തരവാദിത്തമാണ് ഭർത്താവിനെ സന്തോഷിപ്പിക്കൽ. പിന്നെയോ മൂന്നാമത്തൊരു കാര്യം, ഭർത്താവിനുള്ള സേവനം. ഭർത്താവിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. നല്ല സ്ത്രീയുടെ ലക്ഷണമാണത്. ചില സ്ത്രീകളൊന്നും പറയേണ്ടി വരില്ല എന്ന് കരുതിപ്പോ എപ്പോഴും പറയേണ്ടി വരുന്ന ആളുകൾ നമ്മളെ പെണ്ണുങ്ങൾ മോശമാണെന്നൊന്നും വിചാരിക്കണ്ട. പറയാനുള്ള കാര്യങ്ങൾ തുറന്നാണ് പറഞ്ഞാൽ മതി. ഭാര്യയും ഭർത്താവും അല്ലേ, പുറമക്കാരല്ലല്ലോ. നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ തുറന്നാണ് പറയാം. ചില പെണ്ണുങ്ങൾക്ക് അറിയില്ല, പാവങ്ങൾ. ഓങ്ങനെ വിചാരിക്കും, ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യ തന്നെ വന്ന് ഡോറ് തുറന്നു തരണം, ഭാര്യന്റെ അമ്മ അവര് ഓളെന്നെ വരണം, ഭർത്താവല്ലേ വരുന്നത്, ഓള് ഡോർ തുറന്നു തരണം, എന്നിട്ട് എന്റെ കൈ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോകണം, എന്റെ കൂടെ ഇരുന്ന് കുറച്ചേരം സംസാരിക്കണം, എന്നിട്ട് അവളെ കൈ കൊണ്ട് തന്നെ വെള്ളം കൊണ്ടുവന്ന് തരണം, അവളെ കൈ കൊണ്ട് തന്നെ ലുങ്കി എനിക്ക് മാറ്റിയെടുക്കാനുള്ള തുണി കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒരു പ്രാവശ്യം ചെല്ലുമ്പോഴും ഡോറിന്റെ അടുത്ത് ഓളെ കാണും. ലുങ്കി കൊണ്ടുവരാൻ ഓളുണ്ടാവില്ല, തണുത്ത വെള്ളം കൊണ്ടുവരാൻ ഓളുണ്ടാവില്ല. ചോദിക്കും എവിടെ, ഓളവിടെ പോയി. ഉമ്മ പറയും ഓള് കുളിക്കുക, ഓളോളപ്പുറത്താ, അല്ലെങ്കിൽ ഓള് പപ്പടം കാച്ചിയ, അല്ലെങ്കിൽ ഒറോട്ടി ഉണ്ടാക്കിയാണ്. ബനാകെ ടെൻഷനായി. പിന്നെ എന്തിനാ ഒരു പെണ്ണിട്ടി, എന്തിനാ ഒരു ഭാര്യ. ആ തലയെ കയറ്റണ പകരം ഓളെ വിളിച്ചിട്ട് പറയാം, എന്റെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞാൽ നീ അംഗീകരിക്കും. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്താ അംഗീകരിക്കാത്തത്? എന്നാ ഞാൻ വരുമ്പോ ഞാനാന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ ഡോറ് തുറക്കണം, നീ എനിക്ക് വെള്ളം കൊണ്ട് തരണം, നിന്റെ കൈ കൊണ്ട് വെള്ളം വാങ്ങി കുടിക്കാൻ വല്ലാത്ത രസമാണ്, അത് നീ എനിക്ക് മുടക്കരുത്. ഇങ്ങനെ സ്നേഹത്തിലാണ് പറഞ്ഞാൽ പ്രശ്നം തീർന്ന്. അതിങ്ങനെ മനസ്സിനെ കൊണ്ടുനടന്ന് ഓള് കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ. എന്താ അവള് വരാത്ത? അത് ഓക്കറിയോ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത്. മൊയ്തീൻ ശൈഖ് തങ്ങളെ പോലെ കുപ്പിയകത്തുള്ള വസ്തു കാണും പോലെ എന്റെ മനസ്സിലുള്ളത് കാണാൻ കഴിയോ സാധുവിന്? അപ്പൊ അങ്ങനത്തെ ചില സാധുക്കൾ ഉണ്ടാകുമ്പോൾ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കും. പലപ്പോഴും കുടുംബ ബന്ധത്തിൽ തകരാറുണ്ടാകുന്നത് നമ്മളെ മനസ്സിലുള്ളത് നമ്മളും പൂഴ്ത്തി വെക്കും, ഓളെ മനസ്സിലുള്ള ഓളും പൂഴ്ത്തി വെക്കും. ഓക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, ഭർത്താവ് എങ്ങനെ ആവണം, അത് നമ്മളും ചെയ്യൂല. ഈ തുറന്നുള്ള സംസാരം, ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു നിന്റെ ഭാഗത്തുനിന്ന് എന്ന് അവനും അവളും പറഞ്ഞ് ചർച്ച ചെയ്താ പ്രശ്നം തീരും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തുള്ള സഹോദരിമാർ, അവരെ സംബന്ധിച്ച് ഹദീസിൽ പറയുന്നു, നോക്കൂ നിങ്ങൾ, ജിഹാദുൽ മർഅത്തി ഹുസ്നുൽ തബഅുലി, ജിഹാദുൽ മർഅത്തി ഒരു പെണ്ണിന്റെ ജിഹാദ്, ഹുസ്നുൽ തബഅുലി ഏറ്റവും നല്ല ഭർത്താവിനോടുള്ള പെരുമാറ്റ രീതിയാണ്. ഭർത്താവിനോട് കളിയും ചിരിയും തമാശയുമായി ഭർത്താവിന്റെ മനസ്സ് സന്തോഷിപ്പിച്ച് അവനെ പൊട്ടിച്ചിരിപ്പിച്ച് ഭർത്താവിനോട് പെരുമാറുന്ന രീതിയാണ് ഒരു പെണ്ണിന്റെ ജിഹാദ്. തബഉൽ എന്ന് പറഞ്ഞാൽ മുലാഅബത്തു സൗജത്തി സൗജഹാ, ഒരു ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഏത് പരിധിയിൽ വരും? തബഉൽ എന്ന പരിധിയിൽ വരും. ആ തബഉലാണ് ഒരു പെണ്ണിന്റെ ജിഹാദ്. ഭർത്താവിന്റെ മനസ്സടങ്ങാറാക്കരുത്, ഓന്റെ മനസ്സ് സ്വസ്ഥമായിരിക്കണം, എങ്കിലേ കുടുംബത്തിന് സമാധാനം ഉണ്ടാവുള്ളൂ. കുടുംബനാഥന്റെ മനസ്സ് തകരാറായി പോയാൽ, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയാൽ ആ കുടുംബം സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് നീങ്ങും. കുടുംബത്തിൽ കുഴപ്പങ്ങളുണ്ടാവും, തൊട്ടതിനെല്ലാം കുറ്റം പറയും. ഭർത്താവിന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, അസ്വസ്ഥനായി ഭർത്താവിനെ കാണാൻ നീ കാരണക്കാരിയായാൽ, അസ്വസ്ഥമായ മനസ്സോടുകൂടെ വരുന്ന ഭർത്താവ് എല്ലാത്തിലും കുറ്റം കാണും, ഒന്നിലും ഗുണം കാണും. തൊട്ടതിനൊക്കെ കുറ്റമായിരിക്കും. കറി കൊണ്ടുപോയെടുത്താൽ കറിക്ക് കുറ്റം, പായസം കൊണ്ടേ കൊടുത്താൽ പായസത്തിന് കുറ്റം, എന്തിനും കുറ്റമായിരിക്കും. എന്നാ ഇതിന് അല്ല സത്യത്തിൽ കുറ്റം, നിന്റെ പെരുമാറ്റ രീതിയിലുള്ള മോശമായ പെരുമാറ്റമാണ് ഈ കുറ്റം പറയാൻ സത്യത്തിൽ അയാളെ പ്രേരിപ്പിക്കുന്നത്. അത് തിരിച്ചറിയാൻ കഴിയണം. നമ്മൾ പറയും ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ കുറ്റല്ലേ പറയുള്ളൂ. ഒരു നല്ലത് ഇതുവരെ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഈ കുറ്റം പറയാനുള്ള കാരണം എന്താണ്? നമ്മളോടുള്ള ഇഷ്ടക്കുറവ് വരുമ്പോഴാണ് കുറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഒരാളോട് അധികമായ മഹബത്തുണ്ടെങ്കിൽ, ഒരാളുടെ സ്നേഹം ശക്തമാണെങ്കിൽ കുറ്റങ്ങളും കുറവുകളും കാണുകയില്ല, നന്മകൾ മാത്രമേ കാണുകയുള്ളൂ. ഇഷ്ടക്കുറവ് വരുമ്പോഴാണ് കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് തോണ്ടി പുറത്തിടുക. അല്ലേ? നമുക്കൊരാളുടെ വെറുപ്പുണ്ടെങ്കിൽ അയാളുടെ കുറ്റങ്ങൾ എത്രത്തോളം പറയാൻ പറ്റുമോ അത്രയും നമ്മൾ മാന്തി പുറത്തിടും. ഇഷ്ടമുണ്ടെങ്കിലോ നമ്മൾ ന്യായീകരിക്കും. അതല്ലേ പൊതു സ്വഭാവം. ദാമ്പത്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സഹോദരിമാര് നോക്കൂ, ഭർത്താക്കന്മാർക്കുള്ള സേവനം, ഭർത്താക്കന്മാരെ മനം കുളിർപ്പിക്കുന്ന പെരുമാറ്റം, അതിന് വലിയ ഭൂമി അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തിയൊന്നും ചെയ്യണ്ട. ഈ സ്നേഹം ഉണ്ടാക്കാൻ ചെറിയ 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 ചൊട്ടുവിദ്യകളെ വേണ്ടി. ഭയങ്കര സ്നേഹം. വലിയ പ്രവൃത്തി ചിലപ്പം ഭാര്യമാര് ചെയ്യുന്നുണ്ടാവും. ഏതാ വലിയ പ്രവൃത്തി? വലിയ വീടാണ് എല്ലാവർക്കും ഉണ്ടാകും.
1 2 നിലയുള്ള വീട്. ആ വീടുകളൊക്കെ തുടച്ച് മിനുക്കി 4 5 ബാത്റൂമുകൾ ഉണ്ടാവും. അതൊക്കെ കഴുകി വൃത്തിയാക്കി. ബെഡ്റൂമിലുള്ള ബാത്റൂമൊക്കെ ദിവസം കഴുകാഞ്ഞാൽ പറ്റൂലല്ലോ. ഇതെല്ലാം കുമ്പിട്ട് നിന്ന് കുനിഞ്ഞു നിന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കി പാത്രം കഴുകി ഡ്രസ്സലക്കി ഇസ്ത്രിയിട്ട് ഒരുപാട് പണി ഈ സാധുക്കൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും ഭർത്താവിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇതൊക്കെ അവൾ ചെയ്യുന്ന പണിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഭർത്താവിന്റെ മനസ്സിനെ ആകർഷിക്കുന്ന ചില വിദ്യകൾ നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സഹോദരിമാർ കാനത്തിൽ മർഅതു അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്ത് പെണ്ണുങ്ങളായിരുന്നു തസ്തഖ്ബിലു സൗജഹാ, ഭർത്താവിനെ സ്വീകരിക്കുമായിരുന്നു. ഇദാ ദഖല, കടന്നു വരുമ്പോൾ ഭർത്താവ് കയറി വരുന്ന സമയം കാത്തിരിക്കും. അണിഞ്ഞൊരുങ്ങി കുളിച്ച് വൃത്തിയായി ഇങ്ങനെ നിൽക്കും. എന്തിന്? ഭർത്താവിനെ സ്വീകരിക്കാൻ കാത്തിരിക്കും. എന്നും കാത്തിരിക്കും. നമ്മളെ പെണ്ണുങ്ങളും കാത്തിരിക്കും. ഗൾഫിൽ നിന്ന് വരണം 3 കൊല്ലം കഴിഞ്ഞിട്ട്. ചിലപ്പോൾ എയർപോർട്ടിൽ തന്നെയാണ് വരും, ബൈക്കൊക്കെ തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. ഇതല്ല, എന്ന് വരികയാണെങ്കിലും വീട്ടിലേക്ക് വരുമ്പം ഭർത്താവിനെ സ്വീകരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ നാട്ടിലെ സംസ്കാര പ്രകാരമൊക്കെ പ്രത്യേകിച്ചും. ഇതാ കാരണം ഭർത്താക്കന്മാർ നിങ്ങളെ വീട്ടിലേക്ക് വരിക, നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന അതിഥികളും കൂടിയാണ് അവർ. നിങ്ങൾ തന്നെ പോയി സ്വീകരിക്കണം. സ്വീകരിക്കുമെന്ന് മാത്രമല്ല, മർഹബം ബി സയ്യിദി, എന്റെ പ്രിയപ്പെട്ട സയ്യിദേ നിങ്ങൾക്ക് സ്വാഗതം എന്ന് ഭർത്താവിന് വെൽക്കം സ്വാഗതം അരുളും. സയ്യിദ്, യജമാനൻ എന്നായിരുന്നു അറബികൾ വിളിച്ചിരുന്നത് ഭർത്താക്കന്മാര്. സയ്യിദ് അങ്ങേയറ്റത്തെ ആദരവുള്ള പദത്തിൽ ഭർത്താവിനെ വിളിക്കുമായിരുന്നു. കഴിഞ്ഞില്ലാവ തക്സിദില അഖദരിദായി, ഭർത്താവിന്റെ തലയിലുള്ള തട്ടം എടുത്തുമാറ്റാൻ ഭാര്യ സഹായിച്ചു കൊടുക്കും. ഭർത്താവിന്റെ ചെരുപ്പ് ഊരിക്കൊടുക്കാൻ സഹായിക്കും. ഭർത്താവിന്റെ ഷൂ അഴിച്ചു കൊടുക്കുക, ചെരുപ്പൂരി കൊടുക്കുക, തലേന്ന് തട്ടം നീക്കി കൊടുക്കുക, ബട്ടൺ സഹിച്ചു കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ഖിദ്മത്തുകൾ, അത് മനസ്സിനെ ആകർഷിപ്പിക്കുന്ന പ്രവർത്തനം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, റസൂലുള്ളാഹിക്ക് സുഗന്ധം പൂശിക്കൊടുക്കൽ ഞാനാണ്. റസൂലുള്ള പുറത്തിറങ്ങുമ്പോൾ എന്റെ കയ്യിൽ അത്തറാക്കി റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഞാൻ പുരട്ടിക്കൊടുക്കുമ്പോൾ ഉറജ്ജിലു റഅസ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മുടി ചീകിക്കൊടുക്കൽ ഞാനാണ്. ബീവി ആയിഷ പറയാണ്, എന്റെ വീട്ടിൽ നബി ഉണ്ടാകുമ്പോ റസൂലുള്ളാഹിന്റെ മുടി ചീകിക്കൊടുക്കും, റസൂലുള്ളാഹിക്ക് അത്തർ പൂശിക്കൊടുക്കും. എന്തൊരു സ്നേഹം. ഇതുപോലെ നമ്മൾ നഴ്സറി കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ അങ്ങനെ ചെയ്യല്. നഴ്സറി പോകുമ്പോൾ സുഗന്ധമൊക്കെ പൂശി സ്പ്രേ ഒക്കെ അടിച്ച് മുടിയൊക്കെ ചീകിക്കൊടുത്തു. ആയിഷ ബീബി റസൂലുള്ളാഹി പറഞ്ഞാൽ തീരൂല. നല്ല ഭാര്യ, പക്ഷെ നല്ല ഭർത്താവ് എന്ന് പറയുന്ന ഒരു വിഷയം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഭാഗം തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. ഭർത്താവിനുള്ള ഖിദ്മത്ത്, ഭർത്താവിന്റെ മുഖം സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ, മനസ്സ് കുളിർപ്പിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റം, ഏറ്റവും പ്രധാനമായ അനുസരണം, ഇതൊക്കെയാണ് ഒരു ഭാര്യ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, 1 2 കാര്യങ്ങൾ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് പറയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഭർത്താവിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരാ നല്ല ഭർത്താവ്? നല്ല ഭർത്താവ് ആരാണ്? വആശിറൂഹുന്ന ബിൽ മഅറൂഫ് ഫഇൻ കരിഹ്തുമൂഹുൻ, ഖുർആൻ ആയത്താണ്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഭാര്യമാരോട് സ്നേഹസമ്പൂർണമായ പെരുമാറ്റം നടത്തണം. ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറണം. ഫഇൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വെറുത്താലും ശരി. ഖുർആൻ പറയുന്ന ശൈലിയോക്ക്, വെറുത്താലും ശരി നല്ല നിലയ്ക്ക് പെരുമാറാവൂ. കാരണം സ്ത്രീകളെ ഭാഗത്തുനിന്ന് നമ്മളെ വെറുപ്പിക്കുന്നതൊക്കെ പലപ്പോഴും ഉണ്ടാവും. സ്ത്രീകളെ സ്വഭാവം അങ്ങനെയാണ്. ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്നത് പലതും എത്ര തന്നെ പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചാലും അവരെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടേയിരിക്കും. ആ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ഷമിച്ചുകൊണ്ട് നല്ല നിലയ്ക്ക് അവരോട് കൂടി ജീവിക്കണം. ചുരുക്കി പറഞ്ഞാൽ, ഭാര്യമാര് നിങ്ങൾക്ക് ഇങ്ങോട്ട് നെഗറ്റീവ് സ്ട്രോക്കുകൾ തന്നാലും നിങ്ങൾ അങ്ങോട്ട് പോസിറ്റീവ് സ്ട്രോക്കുകൾ മാത്രമേ നൽകാവൂ എന്നർത്ഥം. ഇങ്ങോട്ട് നല്ലോണം നിന്നാൽ അങ്ങോട്ടും നല്ലോണം, ഇങ്ങോട്ട് മോശമായ അങ്ങോട്ടും മോശം എന്നല്ല. ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ പോലും അങ്ങോട്ട് നല്ലോണേ പെരുമാറാവും. ആണുങ്ങളോട് പറയാം, നിങ്ങൾ ആണുങ്ങളല്ലേ, തന്റെ ഇടമുള്ള ആളുകളല്ലേ, നല്ല നിലക്ക് പെരുമാറണം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലയിൽ ഭാര്യമാരോട് പെരുമാറണം. ഫൈൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വെറുത്താലും ശരി. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വഅസാൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീ ഖൈറൻ കസീറാ, നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങളിൽ അല്ലാഹു തആല വമ്പിച്ച ഖൈർ നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം വെറുപ്പായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ പിന്നീട് അല്ലാഹു തആല വമ്പിച്ച ഖൈർ. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിമാനം കയറാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ചെന്നു, നിങ്ങളെ എടുക്കുന്നതിന് മുമ്പ് വിമാനം പറന്നുയർന്നു, നിങ്ങൾക്കാകെ ടെൻഷനായി, എയർപോർട്ടിൽ ഒച്ചപ്പാടാക്കി, ബഹളമാക്കി, ചീത്ത പറഞ്ഞു. എന്നെ ഞാൻ നേരത്തെ ടിക്കറ്റ് എടുത്തതാണ്, എന്നെ കയറ്റാതെ വിമാനം പോയി എന്നുള്ള പ്രശ്നം. നിങ്ങൾക്ക് ആ സമയത്ത് അത് അങ്ങേയറ്റം വെറുപ്പാകുന്നു, നിങ്ങളെ കയറ്റാത്ത സങ്കടം. ഒരിക്കൽ നിങ്ങൾ വെറുക്ക സംഗതി പിന്നെ ഗുണമാവാം. പിന്നെ കേൾക്കുന്നത് ആ വിമാനം കത്തി വീണുപോയി എന്നാണ്. അപ്പൊ ആദ്യത്തെ ദേശീയോടെ പോയി. അള്ളാഹുവിനിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം.
അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, നിങ്ങളെ ഭാര്യമാരുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ വന്നേക്കാം. ചിലപ്പോൾ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നവളാവാം, നിങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവളാവാം, അതല്ലെങ്കിൽ മുൻദേശക്കാരിയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഭയങ്കരത്തുമോന്ന, നിങ്ങൾ അവരെ വെറുത്താലും ശരി, നിങ്ങൾ അങ്ങോട്ട് നല്ല നിലക്ക് മാത്രമേ പെരുമാറാവൂ. കാരണം നിങ്ങൾ വെറുക്കുന്ന ചില സംഗതികളിൽ നിങ്ങൾ പിടിച്ചു നിന്നാൽ വൈകാത്ത ഭാവിയിൽ വമ്പിച്ച ഗുണങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിക്കാനും മതി. അള്ളാഹ് പറയാണ്, വമ്പിച്ച ഗുണം അള്ളാഹു ചിലപ്പോൾ നിങ്ങൾക്ക് നിശ്ചയിക്കും. എവിടെങ്കിലും ചില്ലറ പോരായ്മയുണ്ടെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞ് നടക്കണ്ടായി, കണക്കിലെടുക്കണ്ട. മാത്രമല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഭർത്താക്കന്മാർ, നല്ല മനുഷ്യർ, ഖിയാറുക്കും ലി അഹ്ലിഹി, ഭാര്യമാരുടെ മുമ്പിൽ നല്ലവരാണ്. ഒരു മനുഷ്യൻ നല്ലവനാണെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളെ മുമ്പിൽ നന്നായിട്ടല്ല, പൊതുജനങ്ങളെ മുമ്പിൽ നല്ല മുഖം കാണിക്കുന്നത് കൊണ്ടല്ല. പിന്നെ ആര് പറയണം? ഇപ്പൊ എന്നെ പറ്റി നിങ്ങളോട് ചോദിക്കാണ്, എന്താ ഇയാളെ കഥ? 12 ദിവസത്തെ വയലൊക്കെ ഉണ്ട്, എന്താണ് ഇയാളെ സ്ഥിതി? നിങ്ങൾ എല്ലാവരും പറയുന്നു അയാൾ നല്ല മനുഷ്യനാണ്, നല്ല ആളാ. പക്ഷെ അള്ളാന്റെ അടുത്ത് രേഖയല്ലേ. എന്നെപ്പറ്റി ആര് പറയണം? എന്റെ ജീവിതം അറിയുന്ന, എന്നെപ്പറ്റി നന്നായി അറിയുന്ന ഒരാളുണ്ട് അള്ളാന്റെ ദുനിയാവിൽ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ. അവള് പറയാണ്, അല്ല എന്താ അയാളെ കഥ? അയാളെ കഥയെ സ്റ്റേജുമ്മ കയറി ഇങ്ങനെ പറയണമെന്ന് നോക്കണ്ട, അത് ആർക്കും പറയാം. യഥാർത്ഥ സ്വഭാവം എനിക്കല്ലേ അറിയുള്ളൂ. ഇത്ര ഗുരുത്തം കെട്ടൊരു അബൂജാഹിൽ ഇനി അള്ളാന്റെ നാട്ടിലുണ്ടാവാനില്ല എന്നാണോ അഭിപ്രായം? അതാ പടച്ചോനിലുള്ള അഭിപ്രായം. കാരണം നമ്മളെ ജീവിതം ശരിക്കറിയുന്ന ആള് നമ്മുടെ ഭാര്യമാരാണ്, അല്ലേ? പൊതുജനങ്ങളുടെ മുമ്പിൽ, നിങ്ങളെ മുമ്പിൽ എന്തായാലും ഞാൻ എന്റെ നല്ല മുഖം മാത്രമേ കാണിക്കൂ. നിങ്ങളെ മുമ്പിൽ എന്റെ ഏറ്റവും നല്ല മുഖം മാത്രമേ ഞാൻ കാണിക്കുകയുള്ളൂ. എന്റെ യഥാർത്ഥം അറിയുന്നത് കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയാറുള്ളൂ എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. കൂടെ ജീവിക്കുന്ന ആളുകൾക്കാണ് ആളെ മനസ്സിലാവുക. അതുകൊണ്ട് ഏറ്റവും നമ്മളോട് അടുത്ത് ജീവിക്കുന്ന ആൾ നമ്മുടെ ഭാര്യമാരാണ്. ആ ഭാര്യമാർക്ക് നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമുണ്ടായാൽ നിങ്ങൾ നല്ലവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖിയാറുക്കും, നിങ്ങളെ കൂട്ടത്തിൽ നല്ലവർ, ഖിയാറുക്കും ലി അഹ്ലിഹി, ഭാര്യമാരുടെ മുമ്പിൽ നല്ലവരാണ്. അതുകൊണ്ട് ഒരു ഭർത്താവ് അവരിങ്ങോട്ട് മോശമായി പെരുമാറിയാൽ പോലും നല്ല നിലക്ക് അങ്ങോട്ട് തിരിച്ചു പെരുമാറാൻ നിങ്ങൾ ശ്രമിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങോട്ട് സ്നേഹത്തിലും സന്തോഷത്തിലും പെരുമാറണം, അവരെ പോരായ്മകൾ സഹിക്കണം. എന്താ കാരണം അറിയങ്ങള്? സ്ത്രീ സഹജമായ ഒരു സ്വഭാവമാണ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു സ്വഭാവം. ഏതുപോലെ? ഉദാഹരണം പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് വികൃതി എന്ന പോലെ. ചെറിയ മക്കൾക്ക് എന്തുണ്ടാവും അല്ലെ? വികൃതി ഉണ്ടാവും. നല്ല ചുമരാണ്, നല്ല വീടാണ്. പക്ഷെ നമ്മളെ മക്കൾ എന്ത് ചെയ്യും? കരിക്കട്ടെ ചോക്ക് കൊടുത്തിട്ട് ആമ, ആന എന്നൊക്കെ എഴുതിയൊക്കെ വരും. അത് കുട്ടികൾ ആ പ്രായത്തിൽ ഉണ്ടാകുന്ന സ്വഭാവം. അതിന് നമ്മൾ ചൂടായിട്ടും കാര്യമല്ല, ഓളോട് ദേഷ്യം പിടിച്ചിട്ടും കാര്യമല്ല. ഈ നോക്കണ്ട കുട്ടീനെ, നല്ല ചുമരുമ്പല അങ്ങനെ എഴുതിയില്ലേ, പൈനെന്താ വില, പണിക്കാരെ കിട്ടാനുണ്ടോ? ആ വയതൊന്നും വെറുതെ പറഞ്ഞ് സമയം കളയണ്ട. അത് മായ്ക്കാൻ വല്ല സംവിധാനം ഉണ്ടെങ്കിൽ നോക്കാം. എന്നതുപോലെ കുട്ടികൾക്കോരോ വികൃതി, അത് കുട്ടികളുടെ സ്വഭാവമാണ്. ചെറിയ പ്രായത്തിൽ നിങ്ങളൊരു സാധനം, ബാംഗ്ലൂർ പോകുമ്പോൾ കുട്ടി പറഞ്ഞു, ഉപ്പ വരുമ്പോ റിമോട്ടിന് ഓടുന്ന ഒരു കാറ് കൊണ്ടുവരണം. റിമോട്ടിന് ഓടുന്ന ഒരു കാറ്. ആയിക്കോട്ടെ, കൊണ്ടുവരാം. ഉപ്പ 500 റുപ്യ കൊടുത്ത് നല്ല റിമോട്ട് ഓടുന്ന കാറ് കൊണ്ടുവന്നു. കാറ് കൊണ്ടുവന്നിട്ട് കുട്ടിന്റെ കൈ കൊടുക്കാൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, 500 റുപ്യ ഇതിന് വില, ഇത് കേടി വരുത്തരുത്. ഇല്ലല്ല, ഞാൻ ഒന്നും നോക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടം. റിമോട്ടിന് ഇങ്ങനെ കാർ ഓടുന്നു വരും. ഉപ്പ ലോറിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. പള്ളിയിൽ ലോറിസ്കരിച്ച് വരുമ്പോൾ സ്റ്റെപ്പും പോലെ ഒരു ടയർ എടുക്കണം, വാതിലിന്റെ അപ്പുറത്തുണ്ട് അതിന്റെ സ്റ്റാരിങ് എടുക്കണം. 2-3 കഷ്ണം 2-3 സ്ഥലത്ത്. ഇയാൾക്കൊന്ന് ചൂടായില്ലേ? എന്ത് കൊടുത്താലും ഇരുമ്പ് കരിമ്പാക്കണ ജാതി എന്ന് പറഞ്ഞു കുട്ടിനും കുറെ ചീത്ത പറഞ്ഞു. എവിടെ പോയി എന്റെ അമ്മ എന്ന് പറഞ്ഞു ഓളി നാലെണ്ണം പറഞ്ഞെങ്കിൽ ഇയാൾക്ക് സമാധാനം. പോയത്തക്കാരൻ നല്ലതെന്താ പറയാ? കുട്ടികളുടെ ജന്മവാസനയാണ്. ഓരോ മനുഷ്യനിലും ജന്മവാസന ഉണ്ടാവും. ജന്മനാലുണ്ടാകുന്ന ചില വാസന, അതായത് നിർമ്മാണ വാസന ജന്മവാസനകളിൽ പെട്ടതാണ്. സാധനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു വാസന ഉണ്ടാവും. അപ്പൊ എത്ര നല്ല കളിപ്പാട്ടം കയ്യിൽ കിട്ടിയാലും ആദ്യം കുട്ടികളോട് ഊരുക ചെയ്യാം. എന്നിട്ട് രണ്ടാമത് ഫിറ്റ് ചെയ്ത് നോക്കും. ചിലപ്പോൾ അങ്ങ് ശരിയാവും, ചിലപ്പോൾ കേടുവരും, അപ്പം വലിച്ചാട്ടെറിയും. അത് നമ്മൾ ചൂടായിട്ട് കാര്യമല്ല. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കേടുവരുത്തി റിപ്പയർ ചെയ്ത ആളുകളാണ് പിൽക്കാലത്ത് കമ്പ്യൂട്ടർ നന്നാക്കുന്ന ആളുകൾ, ലാപ്ടോപ്പ് നന്നാക്കുന്ന ആളുകൾ, വർക്ക്ഷോപ്പിലുള്ള ആളുകൾ. ഇവരൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. അപ്പൊ മനുഷ്യരുള്ള ജന്മവാസനയാണ്. കുട്ടികളുടെ വികൃതി എന്ന് പറയുന്നത് തൽക്കാലം നമുക്ക് ദേഷ്യം തോന്നുമെങ്കിലും അത് കുട്ടികളുടെ സഹജമാണ്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള പലതും എടുത്തിട്ട് അവർ വേറെ കളി കളിക്കുന്നുണ്ടാവും. അതവരെ പ്രകൃതിയാണ്. അത് നമ്മൾ സഹിച്ചേ പറ്റൂ. അതല്ലാതെ കുട്ടികളെ ശിക്ഷിച്ചുകൂടാ, ചീത്ത പറഞ്ഞുകൂടാ, കലഹമുണ്ടാക്കിക്കൂടാ. എന്നതുപോലെ സ്ത്രീകൾക്കൊരു വളഞ്ഞ സ്വഭാവമുണ്ട്.
അത് വളഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളൊരാൾ വിചാരിച്ചാൽ അത് നിർത്താൻ കഴിയില്ലെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ഭർത്താക്കന്മാരായ നമ്മൾ സഹിച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വദാഇന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും പറഞ്ഞു, വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, ഭാര്യമാരോട് നിങ്ങൾ ഖൈറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ലത് നല്ലോണം പറയും, കുറ്റം പറയേ വേണ്ട. കുറ്റം പറയും തോറും മനസ്സും തമ്മിൽ അകന്നകന്നു പോകും. മദ്ഹ് ചെയ്യും തോറും അടുത്തടുത്ത് വരും. ഗുണങ്ങൾ ഇങ്ങനെ പറയാം. നീ എന്റെ ഭാര്യയായതിന്റെ ശേഷമാണ് എനിക്കെല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്, മനസ്സിന്റെ സുഖവും സമാധാനവും ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോ കൊണ്ടുവരും പോയിട്ടൊരു ജ്യൂസ് എടുത്തോണ്ടിരുന്ന കുറച്ച് വിളിയാറ് നല്ലത് പറയാം. നേരെ മറിച്ച് കുറ്റം പറഞ്ഞു, നീ വന്നതിന് ശേഷം ഒറ്റ കച്ചവടം മര്യാദയ്ക്ക് നടന്നിട്ടില്ല. എന്റെ ഊരവേദന തുടങ്ങിയത്, അല്ലെങ്കിൽ നടുവേദന തുടങ്ങിയത്, മുട്ടിന് വേദന തുടങ്ങിയത്, അല്ലെങ്കിൽ എനിക്ക് പ്രഷർ തുടങ്ങിയത് നീ വന്നതിന്റെ ശേഷം. രോഗം ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ ഇവളെന്നെയല്ലേ നമ്മളെ ഭാര്യ? അങ്ങ് വെറുത്ത് അകന്നു പോകും. നല്ല വാക്ക് പറയാം, പോസിറ്റീവ് സ്ട്രോക്കുകൾ മാത്രം കൊടുക്കുക. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ മറ്റുള്ളവർക്ക് പോസിറ്റീവ് സ്ട്രോക്ക് നൽകിയാൽ അതിന് സൽസ്വഭാവം എന്ന് പറയും. എന്റെ വാക്കുകൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാവണം, എന്റെ പ്രവൃത്തികൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാവണം, എന്റെ പെരുമാറ്റ രീതികൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാവണം, എന്റെ ബോഡി ലാംഗ്വേജ്, എന്റെ ശാരീരിക ഭാഷ, അതും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാവണം. ഭർത്താവ് കയറി വരുന്ന സമയത്ത് ഭാര്യ ഒറ്റ പോക്ക് റൂമിലേക്ക്. സത്യത്തിൽ അവളുടെ അടുപ്പത്തെന്തോ വെച്ച് വന്നതാ, തിരക്കിട്ട് പൊട്ടിപ്പൊരിയിലോട് കടുക് അടുപ്പിലിട്ട് വന്നതാ, പാത്രത്തിൽ പൊട്ടിപ്പൊരിയല്ലോ. അപ്പൊ വേഗം വാതിൽ തുറന്ന് ഓടി. ഭർത്താവ് കണ്ടു, എന്താ ഇങ്ങനെ ഓട്ടം, മുഖത്തിനൊന്നൊരു തെളിവില്ലല്ലോ. ഈ സാധുവിന് അന്ന് കുലുമാലാവാൻ അതേ വേണ്ടു. സത്യത്തിൽ ഓടിയത് എന്തിനാ? അടുക്കളയിലെ കാര്യം വിചാരിച്ചിട്ടാണ്. അത് കാര്യം ഉണ്ടാന്ന് കരുതി. അപ്പൊ ആ ബോഡി ലാംഗ്വേജ്, ശാരീരിക ഭാഷ, ചില പെണ്ണുങ്ങളെ ശാരീരിക ഭാഷ നന്നാവില്ല. ചിലപ്പോ എപ്പോ നോക്കിയാലും എന്താ നിനക്കൊരു മൂഡ് ഓഫ് ആയത്? അതോ നിങ്ങൾക്ക് തലവേദന. ചിലപ്പോ തലവേദന ഒന്നും ഉണ്ടാവില്ല. ഈ എന്താ പറയാ, ഈ സഹതാപ വോട്ടുകാരനെ മാതിരി സുഖല്ല, തലവേദന അറിയുമ്പോ ഈ സങ്കടം തോന്നുമ്പോ ഇയാൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, ആശുപത്രി കൊണ്ടുപോവോ എന്നൊക്കെ അറിയാൻ വേണ്ടി വെറുതെ കളിക്കും. പരീക്ഷണം ഉണ്ടാവും. സുഖമില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഫെനഡോൾ ഉണ്ട് കുടിച്ചോ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന പാരസിറ്റാമോൾ, വീട്ടിക്കത്തെ പാരസിറ്റാമോൾ. ഇവിടെ ഫൈനലി പറഞ്ഞത് സുഖമില്ല എന്ന് പറയുമ്പോൾ ഒരു മോട്ടോർ സൈക്കിളിൽ കയറ്റി എങ്ങനെയും അങ്ങാടി കൊണ്ടുപോയി ആശുപത്രിയിലൊക്കെ കാണിച്ച് ചായ വേണോന്ന് ചോദിച്ചാൽ ഹോട്ടലിൽ കയറി ചായക്കെ കുടിച്ചൊക്കെ വരാനായിരിക്കും ചിലപ്പോൾ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകുക. അപ്പൊ അങ്ങനെ പലതും ഉണ്ടാവും. അപ്പൊ ഈ മുഖം കറുപ്പിച്ച് ബോഡി ലാംഗ്വേജ്, ശാരീരിക ഭാഷ എപ്പോഴും നന്നാവണം. മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു ശൈലി ഒരിക്കലും നമ്മുടെ ഭാഷയിൽ ഉണ്ടാവരുത്. അത് പുരുഷൻ സൂക്ഷിക്കുക. നമ്മളെ വെറുപ്പിക്കുന്ന പല സ്വഭാവവും സ്ത്രീകൾക്കുണ്ടാകും. പെട്ടെന്ന് ദേഷ്യം പിടിക്കൽ, എടുത്തുചാട്ടം, നമ്മളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കൽ. അള്ളാന്റെ റസൂലിനെ ആയിഷാ ബീവി ഒരിക്കെ ഈടെ പിടിച്ചിട്ട് നെഞ്ചത്ത് പിടിച്ചിട്ട് ഒറ്റ ഉന്തു കൊടുത്തു. നബിയൊരു, അത് ഭാര്യയും ഭർത്താവും തമ്മിലാണ്, നബിയ എന്നുള്ളതല്ല അവിടെ നോട്ടം. അതൊക്കെ നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർക്കിടയിൽ പോലും എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്ക് വികൃതി എന്ന പോലെ സ്ത്രീകൾക്ക് സ്ത്രീ സഹജമായൊരു വളഞ്ഞ സ്വഭാവമുണ്ട്. ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ നബി തങ്ങൾ പറയാണ്, വസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ ഭാര്യമാരോട് നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നല്ല വാക്കുകൾ ഇങ്ങനെ പറഞ്ഞോളൂ. എത്ര നല്ലത് പറയുന്നുവോ അത്രയും നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കണം. ഫഇന്നഹുന്ന ഖുലിഖന മിൻ ദിൽഇയാദം, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ വളഞ്ഞ വാരിയെല്ല് കൊണ്ടാണ് അവരെ പടക്കപ്പെട്ടത്. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ വാരിയെല്ല് കൊണ്ടാണ് പെണ്ണിനെ പടച്ചത്. വാരിയെല്ലിന്റെ കൂട്ടത്തിൽ ഏറ്റവും വളഞ്ഞ വാരിയെല്ല് മുകൾ ഭാഗത്തുള്ള വാരിയെല്ലാണ്. അതുകൊണ്ട് വളഞ്ഞ വാരിയെല്ല് കൊണ്ട് പടക്കപ്പെട്ട പെണ്ണിന്റെ സ്വഭാവത്തിൽ വളവുണ്ടാവും. അത് നിവർത്താൻ നീ ശ്രമിച്ചാൽ പൊട്ടിപ്പോകും. ആ വളവ് നിവർത്താൻ ശ്രമിച്ചാൽ പൊട്ടും. വൈൻ തറക്തഹു, നീ അതിനെ ഒഴിവാക്കിയാൽ ലം യസൽ അഅ്വജ, വളഞ്ഞുകൊണ്ടേയിരിക്കും. എന്തേ മനസ്സിലായത്? വളഞ്ഞ വാരിയല് കൊണ്ടാണ് പെണ്ണിനെ പടച്ചത്. അത് പെട്ടെന്ന് നിവർത്താൻ ശ്രമിച്ചാൽ പൊട്ടും, നിവർത്താതിരുന്നാൽ വളഞ്ഞുകൊണ്ടേയിരിക്കും. വളഞ്ഞ സ്വഭാവം ഉണ്ടാവും. എന്താ ഞാൻ ചെയ്യേണ്ടത്? നിവർത്തിയാ പൊട്ടും, പൊട്ടല് തൊലാക്കാണ്. നിവർത്താതിരുന്നാൽ വളഞ്ഞുകൊണ്ടേയിരിക്കും, ഈ സ്വഭാവം മാറൂല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഹദീസ് മുഹദ്ദിസീങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയാണ്, വളഞ്ഞ വാരികല്ലുകൊണ്ട് വടക്കപ്പെട്ടു, നിവർത്തിയാ പൊട്ടും, നിവർത്താൻ ഞാൻ വളഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ വളവ് സഹിക്കാനും ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും തയ്യാറുള്ളോ മാത്രം പെണ്ണിട്ടിയാൽ മതി, അല്ലാത്തോല പണിക്ക് നിൽക്കണ്ട. അതുണ്ടാവും. കുട്ടികൾക്ക് വികൃതി ഉണ്ടാവും. കുട്ടികൾക്ക് വികൃതി ഉണ്ടാവും എന്ന് കരുതി പെണ്ണിട്ടാക്കും ആരെങ്കിലും?
ഇല്ലല്ലോ. എന്നതുപോലെ സ്ത്രീകൾക്ക് സ്ത്രീ സഹജമായ ചില വളഞ്ഞ സ്വഭാവങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. അത് സബൂറാക്കാൻ നിങ്ങളങ്ങ് മനസ്സ് സാരല്ല, നമ്മളെ ഭാര്യയല്ലേ, സാരല്ല, നമ്മൾ പകപോക്കേണ്ട ആളുകളല്ലല്ലോ, വാശി തീർക്കേണ്ട ആളുകളല്ലല്ലോ എന്ന് ചിന്തിച്ചത് വിട്ടുകളയാൻ തയ്യാറായാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഒന്നത് ഞാൻ നിർത്തുകയാണ്. ഒരു കാമണിക്കൂർ വൈകിയിട്ടുണ്ട്, അതുകൊണ്ടൊരു 10 മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. 10 മിനിറ്റ് വൈകിയാ തുടങ്ങിയത്. അതുപോലെ തന്നെ ഒന്ന്, ഭാര്യയുടെ സ്വാഭാവികമായ സഹജമായ പോരായ്മകളെ ക്ഷമിക്കാൻ ഭർത്താവ് തയ്യാറാവുക. ഏറ്റവും നല്ല സ്വഭാവം ഭാര്യയുടെ മുമ്പിൽ കാണിക്കുക. അവളെ മുമ്പിലായിരിക്കണം നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത്. 2, നിങ്ങൾ പെരുമാറുന്ന കൂട്ടത്തിൽ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാ? ഭാര്യയോട്. സാധാരണ നമുക്ക് ആ സ്വഭാവമില്ല കേട്ടോ. ഒരാൾ രാവിലെ കുളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറി സ്പ്രേ ഒക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി ആരെ കണ്ടാലും നല്ല പെരുമാറ്റാണ്. ചിരിച്ച് വർത്തമാനം പറയും, സലാം പറയും, ഭയങ്കര വിട്ടുവീഴ്ച, ഒന്നിനും കുഴപ്പമില്ല. ഒരാൾ കടം വാങ്ങിയിരുന്നു, ഞാൻ ഇന്നലെ തരാന്നാ പറഞ്ഞത്, ഒരാഴ്ച ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാ ഒരാഴ്ച കഴിഞ്ഞാൽ മതി. എല്ലാ സ്ഥലത്തും വളരെ നീറ്റാണ്. ഇതേ മനുഷ്യൻ തന്നെ തിരിച്ച് അടുക്കളയിൽ കുഞ്ഞിപ്പാത്തുമാന്റെ അടുത്തെത്തിയാലോ റോട്ടുമെന്ന് കണ്ട മനുഷ്യനേ അല്ല, ഭയങ്കര വാശിക്കാരൻ, ദേഷ്യക്കാരൻ, പിടിവാശിക്കാരൻ സ്വഭാവം എന്ന് പറയാം. ഓളടുത്തൊരു സ്വഭാവം, പുറത്തൊരു സ്വഭാവം, അല്ലേ? അധികാക്കുണ്ടാവും. ഇതിലേതാ ഒറിജിനൽ സ്വഭാവം? പുറത്ത് കാണിക്കുന്ന സ്വഭാവമാണോ ഒറിജിനൽ? അടുക്കളയിൽ കാണിക്കുന്ന സ്വഭാവം ഒറിജിനൽ? ഒറിജിനൽ പോക്കർക്ക് ആരാണ്? അടുക്കളയുള്ള പോക്കരാണോ ഒറിജിനൽ? പുറത്തുള്ള ആളാണോ? പുറത്തും അഭിനയിക്കാൻ, മാന്യന്മാരുടെ മുമ്പിൽ മാന്യനായ അഭിനയം, ഭാര്യയുടെ മുമ്പിൽ കാണിക്കുന്ന യഥാർത്ഥ ജീവിതം, അത് നന്നാവുമ്പോഴേ അള്ളാന്റെ അടുത്ത് നന്നാവുള്ളൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ലൈംഗിക ബന്ധത്തിന്റെ സംതൃപ്തി. അത് കുറയുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ട്, നമ്മളെ ബിസിനസിന്റെ തിരക്ക് കൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങളെ കൊണ്ട് ജീവിതം മറക്കുന്ന ആളുകളുണ്ട്. ഭാര്യയുമായുള്ളൊരു ഭാര്യ ആഗ്രഹിക്കുന്നത് എന്താണോ ആ രൂപത്തിൽ പെരുമാറാൻ കഴിയാത്ത ഭർത്താവ് എപ്പം നോക്കിയാലും മുടിഞ്ഞ തിരക്കാണ്. ഭാര്യമാരുമായി തമാശ പറയാനും അവരെ കൂടെ ഇരിക്കാനും അവർക്ക് സമയമില്ല. സ്ത്രീകളെന്ന് പറഞ്ഞാൽ നമ്മളെ തിരക്കൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് അവരുടേതായ ചില സ്വഭാവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് കൂടുതലുള്ള ആളുകളാണ് പെണ്ണുങ്ങൾ. മനുഷ്യരിൽ 3 ഈഗോകളുണ്ട്. ഏതാ 3 ഈഗോ? അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്, അതുപോലെ തന്നെ പേരന്റ് ഈഗോ സ്റ്റേറ്റ്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. ഇത് 3ഉം മനുഷ്യരിലുണ്ടാവും. പേരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവിന്റെ ആ പ്രൗഢിയിലും കരുത്തിലുമുള്ള ഒരു പെരുമാറ്റം, ഒരു കുടുംബനാഥന്റെ ഗൗരവത്തിലുള്ള പെരുമാറ്റം നമ്മിലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ നല്ല തികഞ്ഞൊരു കുടുംബനാഥനെ പോലെ പെരുമാറും. അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്, പക്വഭാവം. മറുഭാഗം കൂടി ചിന്തിക്കും, അത് നടക്കുമോ, പ്രായോഗികമാവോ, ഇങ്ങനെ ആയിക്കൂടെ എന്നും കൂടി ചിന്തിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്. ചൈൽഡ് ഈഗോ ധിക്കാരിയായ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവം. കുട്ടികളെ പോലെ നമ്മൾ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ കളിക്കും, ഓടും. ഇതൊക്കെ കുട്ടി സ്വഭാവമാണ്. നമ്മിൽ ഓരോ ആ ധിക്കാരിയായ മനുഷ്യൻ തങ്ങളെ മുമ്പിൽ വന്നാലോ അവനും ഞാൻ മാപ്പ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൃത്രിമമായ താടിയും മുടിയും വലിച്ചെറിഞ്ഞ് അന കഅബു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആ കഅബ് ഞാനാണ്. തങ്ങളെപ്പറ്റി ഒരുപാട് കളിയാക്കിയ ആള് ഞാനാണ്, ഒരുപാട് കവിത രചിച്ചവൻ ഞാനാണ്, ഒരുപാട് പാട്ടുപാടിയവൻ ഞാനാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കഅബേ നിനക്കും ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. കഅബെന്ന് കേട്ടപ്പോൾ വാളൂരി ചാടി എഴുന്നേറ്റ ആളുകളുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഇരിക്കണം അവിടെ. അയാൾ എത്ര എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഈ മനുഷ്യന് മാപ്പ് കൊടുത്തിരിക്കുന്നു, ഞാൻ ഈ മനുഷ്യനെ സ്നേഹിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി. മക്കൾക്ക് നമ്മൾ സമ്മാനം കൊണ്ടുപോകുന്നു, മിഠായി കൊണ്ടുപോകുന്നു, മറ്റ് സാധനങ്ങൾ കൊണ്ടുപോകുന്നു. അതുപോലെ ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കൽ സുന്നത്താണ്. എന്താ കാരണം? അത് ഭാര്യയുടെ മനസ്സിനെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കും. 3 മക്കളുണ്ട് വിചാരിച്ചോ. 3 മക്കളുള്ള നിങ്ങൾ 3 മഞ്ച് മാത്രം വാങ്ങരുത്, 4 എണ്ണം വാങ്ങും. ഈ മഞ്ചുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മക്കൾ തിരക്കൂടി എനിക്ക് 2 എണ്ണം വേണം പറയും. അതെന്തിനാ? ഒരു തമ്മിലുള്ള വാശി, എനിക്ക് വാപ്പ 2 എണ്ണം തന്നു എന്ന് പറയാനാണ്. അപ്പൊ 3 എണ്ണേ കയ്യിൽ പിടിക്കാവും. 3 ഓരോരുത്തർക്കും ഓരോ നോക്കും. ഇപ്പൊ ഭാര്യ എങ്ങനെ ഇടങ്ങണിട്ട് നോക്കും, എന്നാ എനിക്കൊന്നുമില്ലേ? കുട്ടികളെ സ്വഭാവമാണ് അവർക്കുണ്ടാവും, സങ്കടം ഉണ്ടാവും. വെറും കുട്ടികളെ പറ്റിയുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ പല്ല് തേക്കാൻ പോകുമ്പോൾ പല്ല് തേക്കാൻ നിൽക്കട്ടെ, ഒരു മഞ്ച് ഞാൻ എനിക്ക് വേണ്ടി കൊണ്ടതാ, അവിടെ നിർത്താ, കുട്ടികൾ കണ്ടാൽ തരൂല. അപ്പോൾ ചോദിക്കൂ, എനിക്ക് മഞ്ചുണ്ട്, ഞാൻ ചെറിയ കുട്ടിയാണെന്ന വിചാരം? നീ ഇപ്പോഴും എന്റെ കണ്ണിൽ ചെറിയ കുട്ടിയാണ്. ഓ അത്രയും കൂടി ഉണ്ടാവും. സംഗതി നമുക്കൊരു 5 റുപ്യേന്റെ മഞ്ചിന്റെ ചെലവേ ഉള്ളൂ.
അങ്ങനെയുണ്ട്. സമ്മാനം കൊടുക്കൽ സുന്നത്താണെന്ന് കിതാബിൽ പറയും. എപ്പോഴും എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുക. എവിടെ പോയി വരും, ബാംഗ്ലൂർ പോയി വരുമ്പോഴും കോഴിക്കോട് പോയി വരുമ്പോഴും കണ്ണൂർ പോയി വരുമ്പോഴും എന്തെങ്കിലും ഒരു പരിപ്പ് വടെങ്കിലുമായി കൈ പിടിക്കുക, കൊണ്ടേ കൊടുക്കുക. അത് സുഖമായിട്ട് കൊടുക്കുക. അത് വലിയ സന്തോഷമാണ്. അതൊരു മഹബത്തിന്റെ അടയാളാണ്. സ്നേഹം ഉള്ളിലുണ്ടായിട്ട് കാര്യമല്ല, ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. ഖുർആൻ പറയുന്നത് വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് കടപ്പാടുള്ളതുപോലെ ഭർത്താക്കന്മാരിൽ നിന്ന് പലതും അവർക്ക് ലഭിക്കേണ്ടതുമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് കടമകളുണ്ട്, അതുപോലെ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളുമുണ്ടെന്ന് ഖുർആൻ. ഈ അവകാശങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത് ഇൽഹാറുൽ മഹബ്ബ, സ്നേഹം പ്രകടിപ്പിക്കുക. സ്നേഹം ഉണ്ടായാൽ പോരാ, സ്നേഹം പ്രകടിപ്പിച്ച് അവൾക്ക് ബോധ്യപ്പെടുത്തണം. നമ്മളെ മനസ്സ് നിറയെ സ്നേഹ, പക്ഷെ അതെങ്ങനെയാ മറുകക്ഷി അറിയുന്ന സ്നേഹം ഉണ്ട് എന്നുള്ളത് എങ്ങനെയാ അറിയാം? ആ സ്നേഹം അറിയൽ ആശയവിനിമയങ്ങളിലൂടെയാണ്. നല്ലപോലെ സംസാരിക്കുക, മദ്ഹ് ചെയ്യുക, പ്രശംസിക്കുക, സമ്മാനങ്ങൾ കൊടുക്കുക, പോരായ്മകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക, ഒരുമിച്ച് വിനോദങ്ങളിൽ ഏർപ്പെടുക. ഇതൊക്കെയാണ് ആ സ്നേഹം പ്രകടിപ്പിക്കൽ. സ്നേഹം കൽബിലുണ്ടായാൽ അതിന് ഇഷ്ടം എന്നാണ് പറയുന്നത്. ഇഷ്ടം മാത്രം പോരാ, സ്നേഹമാവണമെങ്കിൽ പ്രകടിപ്പിക്കണം. നമ്മുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ശാരീരിക ഭാഷ കൊണ്ട് മറ്റുള്ളവർക്ക് പോസിറ്റീവ് സ്ട്രോക്ക് നൽകുന്ന രൂപത്തിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഭാര്യയ്ക്ക് തോന്നുന്നത് എന്റെ ഭർത്താവിനിക്കെന്നോട് മഹബത്താണ്, എന്റെ ഭർത്താവിനിക്കെന്നോട് സ്നേഹമാണ്. ആ സ്നേഹം രണ്ട് കക്ഷികൾക്കും തോന്നണം. അതിനതേ വഴിയുള്ളൂ. അതുപോലെ വിവാഹ ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നമാണ് ലൈംഗിക ബന്ധം. ഞാൻ പറഞ്ഞു, അതിന്റെ കുറവ് വരുമ്പോ സംതൃപ്തി വരാതിരിക്കുമ്പോഴും കുടുംബത്തിൽ കുഴപ്പമുണ്ടാവും. ഇതൊന്നും ആരും തുറന്നു പറയില്ല, നമ്മൾ ആരോടും ചോദിക്കൂല, ചർച്ച ചെയ്യൂല. നേരം വെളുത്ത ഭാര്യയും ഭർത്താവും തമ്മിൽ രാവിലെ തന്നെ കുഴപ്പം. ഭാര്യ ചായ കൊണ്ടേ കൊടുത്തു, അവൻ ചോദിക്കുക എന്താ ചായ അതോ കാടി വേണം? രാവിലെ തന്നെ വെറും വയറ്റിന് നെഗറ്റീവ് സ്ട്രോക്ക്. ഇത് ചായയോ അതോ കാടി വേണം? നീ ഇത്ര കാലമായിട്ട് ചായ ഉണ്ടാക്കാൻ പഠിച്ചില്ല. അപ്പൊ ഇപ്പോൾ പറയും നിങ്ങളെന്താ രാവിലെ തന്നെ മനുഷ്യന്റെ തലേ കയറണേ? ഇത് കണ്ട് കുട്ടികൾ ഉണരുമ്പം തന്നെ കച്ചറ കേൾക്കണേ. പിന്നെ തീറ്റ സമാധാനം ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പൊ കുഴപ്പം ഇവിടെ ഇറങ്ങി. ചിലപ്പോൾ അമ്മയും ബാപ്പി ഉണ്ടാവും വീട്ടിൽ. അവര് കരുതും എന്താ റബി ഇവർക്ക് പറ്റിയത്? നല്ലൊരു പെൺകുട്ടിയായിരുന്നു ഇവള്, നല്ലൊരു പുതിയാപ്പിളായിരുന്നു ആ ചങ്ങായി. ഇപ്പൊ രണ്ടാളും കീരിയും പാമ്പും കണ്ടവൻ. അതിനൊക്കെ കാരണം പറയാം. ഒരു ഭർത്താവിന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അയാൾ കടയിൽ പോയി കടയിൽ നിന്ന് കണക്കെല്ലാം കൂട്ടി ടെൻഷൻ അടിച്ച് ഒക്കെ പറയാനുള്ള മക അങ്ങോട്ടോടൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആയിട്ട് വർത്താനൊക്കെ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് കടയെല്ലാം അടച്ച് പള്ളിയിൽ പോയി നിസ്കരിച്ച് വളരെ അവശനായി കേറിങ്ങോട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വരുമ്പോൾ സ്വീകരിക്കാൻ ആരുമില്ല. വെള്ളം കൊണ്ടേ കൊടുത്തത് കുടിച്ച് മൂപ്പർ റൂമിൽ പോയി. മൂപ്പരനെ തപ്പിത്തടഞ്ഞ് പോയി തോർത്തുകൊണ്ട് എടുത്തുകൊണ്ടെന്ന് കുളിമുറി പോയി കുളിച്ച് മൂപ്പർക്ക് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കുറച്ചേരൊക്കെ ഭാര്യനെ കാത്തിരുന്നു. പുസ്തകങ്ങളൊക്കെ വായിച്ചു. അത് തബാറക സൂറത്തല്ല ഹൂതി. ഭാര്യ വരുന്നില്ല. കാരണം ഓൾക്ക് ഈ പാത്രം കഴുകലും ടൈൽസ് കഴുകലും ഒക്കെ തോർത്തി വൃത്തിയാക്കലും എല്ലാം കൂടി കഴിഞ്ഞ് കുറെ സമയം കാത്തു. ഇപ്പൊ ഈ കടയിലിരുന്ന് ക്ഷീണിച്ച ആളല്ലേ, അയാൾ ഉറങ്ങി. അയാൾ ദേഷ്യം പിടിച്ച് കടന്നേലാണ്ട് ഉറങ്ങിപ്പോയി. അരമണിക്കൂർ കഴിഞ്ഞിട്ടാ ഭാര്യ വരും. ഏതായാലും മൂപ്പർ ഉറങ്ങി. മൂപ്പർക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവും എന്ന് കരുതി ഓൾ ഇപ്പുറത്ത് ഞാളെ ശല്യം ചെയ്യേണ്ടെന്നാണ് അപ്പുറത്തോളം. സുബയാൻ കൊടുക്കുമ്പോഴാണ് രണ്ടാൾ പറയുന്നത്. രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം. എന്താ ദേഷ്യത്തിന്റെ കാരണം? ചായ കാടി വെള്ളാവുന്നു. ഈ നിലക്ക് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും തന്നെ. എവിടുന്നാ ഇത് കുഴപ്പം? ഉമ്മാക്ക് ആലോചിച്ചാൽ പിടുത്തം കിട്ടുമോ, ആപ്പാക്ക് പിടുത്തം കിട്ടുമോ? പല തമ്മിലുള്ള പ്രശ്നം എന്താ? അപ്പൊ ലൈംഗിക പ്രശ്നങ്ങൾ, അതിലുള്ള സംതൃപ്തിയുടെ കുറവ് കുടുംബജീവിതത്തിൽ നിസാര പ്രശ്നങ്ങൾ വലുതാവും. പുറമക്കാർക്ക് സംഗതി ഒന്നും തിരിയില്ല. നല്ല പുതിയാപ്പിളെ, നല്ല പെണ്ണ, എല്ലാവർക്കും ഇവര് തമ്മിലുള്ള യോജിപ്പില്ല. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ചില ബലഹീനന്മാരുണ്ട്. പുരുഷ ബലഹീനതയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? 3 കാര്യങ്ങൾ പുരുഷന്മാരുടെ ബലഹീനതയാണ്. ഒന്നാമതായി യൽഖാമൻ യുഹിബ്ബു മഅരിഫതഹു, അറിയാൻ താല്പര്യമുള്ള, അറിയേണ്ട ഒരാളെ പരിചയപ്പെടുന്നു. നമ്മൾ അറിയേണ്ട ആളാണ്, നമുക്ക് താല്പര്യമുള്ള വ്യക്തിയാണ്, അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. ഫയുഫാരിഖുഹു, എന്നിട്ട് അവനുമായി വിട്ടുപിരിയുന്നു. ഖബ്ല അൻ യഅലമ ഇസ്മഹു വ നസബഹു, അവന്റെ പേര് ചോദിച്ചിട്ടില്ല, തറവാട് ചോദിച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് പരിചയപ്പെട്ട് കണ്ടുമുട്ടിയാൽ വേഗം ചെയ്യണം, പേരും അഡ്രസ്സും നാടൊക്കെ ചോദിക്കണം. ചില ആളുകൾ നല്ലോണം സംസാരിക്കും, വർത്താനം പറയും, പിരിയും. അല്ല, അയാളെ പേരെന്തായിരുന്നു? പേരെനിക്കാ, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അത് ഏത് നാട്ടുകാരനാ? അത് ഞാൻ വിട്ടുപോയി. അതൊരു പുരുഷന്റെ ബലഹീനതയാണ്.
അതൊരിക്കലും ഉണ്ടാവരുത്. ഒരാളെ പരിചയപ്പെട്ടാൽ പേരും തറവാടും നേരത്തെ മനസ്സിലാക്കി വെക്കണം. ചിലപ്പോ നമ്മളയാൾക്ക് ഉപകരിച്ചേക്കും. ചില ആളുകൾ പേരും ചോദിക്കൂല, നാടും ചോദിക്കൂല. അത് പുരുഷന്റെ ബലഹീനതയാണ്. ഒന്ന്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, രണ്ടാമത്തെ ബലഹീനത ഏതാണെന്ന് അറിയുമോ? അയ്യുക്രിമഹു അഹദുൻ, അവനെ ഒരാൾ ആദരിച്ചുകൊണ്ട് ക്ഷണിക്കുന്നു അവന്റെ വീട്ടിലേക്ക്. എന്റെ വീട്ടിലേക്കൊന്ന് വരണം, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം. ഒരാൾ അവനെ ആദരിക്കുന്നു, അവനെ ക്ഷണിക്കുന്നു. ഫയറുദ്ദു അലൈഹി കറാമതഹു, അവന്റെ ക്ഷണത്തെ നിരസിക്കുന്നു. ഒരു മാന്യനായ മനുഷ്യൻ ക്ഷണിച്ചാൽ ആ ക്ഷണം നിരസിക്കരുത്, അത് അയാൾക്ക് മനോവിഷമം ഉണ്ടാക്കും. അങ്ങനെ ക്ഷണം നിരസിക്കലും മനുഷ്യന്റെ ബലഹീനതയാണ്. രണ്ട്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അയ്യതകാറബ റജുലു ജാരിയതഹു സൗജതഹു, ഒരു പുരുഷൻ തന്റെ ഭാര്യയുമായി അടുക്കുന്നു. ഫയുസീബഹ, ആ ഭാര്യയുമായി ലൈംഗിക ബന്ധം നടത്താൻ തുടങ്ങുന്നു. ഖബല യുഹദ്ദിസഹ, അവളോട് സംസാരിക്കുന്നതിന് മുമ്പ്. വയുലാജിയഹ, അവളോട് ചേർന്ന് കിടക്കുന്നതിന് മുമ്പ്. ഫയഖ്ലി ഹാജതഹു മിൻഹ, അവന്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കുന്നു. ഖബല അൻ തഖ്ലിയ ഹാജതഹ മിൻഹു, ഭാര്യയുടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാകുന്നതിന്റെ മുമ്പ്. വളരെ പെട്ടെന്ന് ഭാര്യയെ സമീപിക്കുന്നു. അവളുമായി മധുരമായി സംസാരിക്കുകയും തൊട്ട് തലോടുകയും അതുപോലെ തന്നെ കൂടെ കിടക്കുകയും ഒന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ ലൈംഗിക ബന്ധം തുടങ്ങുന്നു. എന്നിട്ട് അവളുടെ വികാരം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അവന്റെ കാര്യം പൂർത്തിയാക്കി, കാര്യങ്ങൾ പൂർത്തീകരിച്ച് അവൻ ഇറങ്ങിപ്പോകുന്നു. ഇതൊരു പുരുഷന്റെ ബലഹീനതയാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ തെറ്റാൻ ഇത് തന്നെ മതിയായ കാരണങ്ങളാണ്. ഒരു പുരുഷൻ ഭാര്യയുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കണം, അവളുടെ വികാരങ്ങൾ അറിയാൻ കഴിയണം, അവളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം. വിളിച്ചുണർത്തിയിട്ട് അത്തായമില്ല എന്ന് പറയുന്ന രൂപത്തിൽ ഭാര്യയെ ചെയ്യുന്നത് പീഡനമാണ് എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി. സ്ത്രീ പീഡനത്തിൽപ്പെട്ടതാണ്, ഭാര്യയെ പീഡിപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. അവളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാതെ സ്വന്തം സുഖങ്ങൾ മാത്രം നോക്കുകയും സ്വന്തം ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് ഇറങ്ങിപ്പോകുന്നത് അത് സ്ത്രീ പീഡനമാണ്, ഭാര്യയെ പീഡിപ്പിക്കലാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. നോക്കൂ, നിങ്ങൾ എന്ത് ജോലി തിരക്കുണ്ടായാലും ശരി, എന്ത് ബിസിനസ് ആയാലും ശരി, ഭാര്യയുടെ അവകാശങ്ങൾ മറന്നാൽ പടച്ചോ നാളെ ചോദിക്കും. ഞാൻ നിർത്തുകയാണ്, ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും, ഒരു 2 മിനിറ്റ്. എന്താണത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഉമറുൽ ഫാറൂഖ് തങ്ങളെ കോടതിയിൽ വന്നു. ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ സൗജി യഖൂമുൽ ലൈല വയസൂമുൻ നഹാറ, അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, എന്റെ ഭർത്താവ് രാത്രി മുഴുവനും നിസ്കാരമാണ്, പകലൊക്കെ നോമ്പാണ്. എന്നും രാത്രി നിസ്കരിക്കും, എന്നും പകലും. എന്തൊരു പുതിയാപ്പള! രാത്രി ഫുള്ളായിട്ട് മഗ്‌രിബിനാണ് തുടങ്ങിയ നിസ്കാരം, സുബഹി വരെ നിൽക്കാനാ, പകൽ സമയത്ത് നോമ്പ്. ഇത് കേട്ടപ്പോ ഉമറുൽ ഫാറൂഖ് കരുതി ഭർത്താവിനെ പറ്റി ഗുണം പറയാണ്. നിഅമ സൗജു സൗജുകി, നിന്റെ ഭർത്താവ് നല്ല ഭർത്താവാണ്. പുതിയാപ്പളാരല്ല, അങ്ങനെ വേണം. നിഅമ സൗജു സൗജുകി, നിന്റെ ഭർത്താവാണ് നല്ല ഭർത്താവ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആ പെണ്ണൊന്നും മിണ്ടിയില്ല, അവിടെ പോയിരുന്നു, തിരിച്ചു പോയില്ല. അവൾ ഉദ്ദേശിച്ച മറുപടിയല്ല കിട്ടി. ഉദ്ദേശം എന്താ? ആകെ ഒരു പുതിയാപ്പളയുള്ളു. മൂപ്പർക്ക് മഗ്‌രിബായി സുബയാൻ കൊടുക്കോളം നിസ്കാരവും, സുബയാൻ കൊടുത്ത് മഗ്‌രിബാകോളം നോമ്പ്. ഭാര്യയെ പറ്റി ഒരു ശ്രദ്ധയെ മൂപ്പരിക്കല, മൂപ്പര് ഇബാദത്തിലാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ മുമ്പിൽ കഅബ് റളിയല്ലാഹു, മഹാപണ്ഡിതനായ കഅബ് ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് തങ്ങളെ, ആ പെൺകുട്ടി ഭർത്താവിനെ പറ്റി ഗുണം പറഞ്ഞതല്ല. നിങ്ങൾ പറഞ്ഞു നിന്റെ ഭർത്താവ് നല്ല ഭർത്താവ്. പരാതി പറയുമ്പോ അങ്ങനെയാണോ പറയേണ്ടത്? ഭർത്താവിനെ പറ്റി ഒരു പരാതിയാണ് പറഞ്ഞത്. എന്ത് പരാതി? എന്തിനാണ് കല്യാണം കഴിച്ച അയാൾക്ക് രാത്രിയൊക്കെ നിസ്കാരവും പകലൊക്കെ നോക്കുവാണ്. ഉമർ എന്നവർ വിളിച്ചു, അല്ല മോളെ, നീ ഭർത്താവിനെ പറ്റി പറഞ്ഞതൊരു പരാതിയായിട്ടാണോ? പിന്നല്ലാതെ. എന്തിനാണ് എന്നെ കല്യാണം കഴിച്ചത്? രാത്രി അവരേ നിസ്കാരം തന്നെ, പകലൊക്കെ നോമ്പ്. എന്തിനാ യുവതിയായ ചെറുപ്പക്കാരിയായ എന്നെ ആള് കല്യാണം കഴിച്ചു? അപ്പോൾ ഉമർ എന്നവർ വളരെ വിനയാന്വിതനായി. ഉമർ എന്നവർ പറഞ്ഞു, കഅബേ, നിന്നെ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിന്റെ പ്രശ്നം നിനക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് കഅബേ, നിങ്ങൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കണം. ഈ ദമ്പതികളെ നിങ്ങൾ തന്നെ പ്രശ്നം പരിഹരിക്കണം. ഇവർ തമ്മിൽ ഇപ്പോൾ വിഷമത്തിലാണ്. ആ പെണ്ണ് ദാമ്പത്തികമായ ദുഃഖത്തിലാണ്. ദാമ്പത്തികമായ സുഖം ആ പെണ്ണിന് കിട്ടുന്നില്ല. നിങ്ങൾ പരിഹരിക്കണം. വലിയ പണ്ഡിതനാണ് കഅബ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പുതിയാപ്പളിനെ ഒന്ന് കാണണം. നോക്കുമ്പോൾ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരേ നിസ്കാരം തന്നെ. വൈലൈഹി തുർജഊൻ യാസീൻ എന്ന് പറഞ്ഞ മാതിരിയുള്ള വത്താണ്. തിരുമ്പോക്കിനടുത്ത് അവസാനം ആ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുവന്നു ഉമറുൽ ഫാറൂഖിന്റെ തിരുമുമ്പിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് സംസാരിക്കുന്നത്. സ്നേഹിത, നിങ്ങളെ ഭാര്യ നിങ്ങളെപ്പറ്റി പരാതി പറഞ്ഞിരിക്കുന്നു. എന്നെ പറ്റിയോ? എന്റെ ഭാര്യ പരാതിയോ?
എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അവൾക്കൊരു കുറവുമില്ല. ഭക്ഷണം, വസ്ത്രം, നല്ല വീട് ഒക്കെ റെഡിയാണ്. ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, ഭക്ഷണത്തിലും വസ്ത്രത്തിലും വീടിലൊന്നല്ല, മറ്റു ചില കാര്യങ്ങളിലാണ് പരാതി. പിന്നെന്ത് പരാതി? മൂപ്പർക്ക് ഓർമ്മ തന്നെ ആവുന്നില്ല ആ വിഷയം. പിന്നെന്ത് പരാതി? അപ്പൊ ഉമറുൽ ഫാറൂഖിന് അത് പച്ചയിൽ അങ്ങ് പറയാനും പറ്റുന്നില്ല. അപ്പൊ ആ പെൺകുട്ടി ഉണ്ട് കർട്ടന്റെ വേക്കിൽ. ആ പെൺകുട്ടി നല്ല ബുദ്ധിയുള്ള പെണ്ണാ. ഉടനെ ആ മഹദി ഒരു കവിത പാടി. പുതിയാപ്പള്ള ദേഷ്യം പിടിപ്പിക്കേണ്ട, പാട്ടാവുമ്പോ ദേഷ്യം ഉണ്ടാവില്ലല്ലോ. കവിത സാഹിത്യത്തിലൂടെ എന്താണത്? يا أيها القاضي الحكيم رشده ألها خليلي عن فراشي مسجد زهاده في ملجعي تعبد فقل القلا كعب ولا تردد نهاره وليله لا يرقد فلست في أمر النساء يحمد. എന്തൊരു നല്ല കവിത! യാ അയ്യുഹൽ ഖാദിൽ ഹകീമു റുശുദുഹു, അല്ലയോ തന്റേടിയായ വിധികർത്താവായ കഅബേ, അൽഹാ ഖലീലി അൻ ഫിറാശി മസ്ജിദു, എന്റെ പ്രിയങ്കരനായ ഭർത്താവ് എന്റെ മണിയറയോട് വിട പറഞ്ഞ് പള്ളിയെ പ്രണയിച്ചിരിക്കുന്നു. മണിയറയോട് വിട പറഞ്ഞ് പള്ളിയെ പ്രണയിച്ചു. എപ്പോഴും പള്ളിയിലാണ് അദ്ദേഹം. യാ അയ്യുഹൽ ഖാദിൽ ഹകീമു റുശുദുഹു അൽഹാ ഖലീലി അൻ ഫിറാശി മസ്ജിദു സഹാദഹു ഫീ മൽജഇ തഅബ്ബുദു ഫഖ്ലിൽ ഖലാ കഅബു വലാ തുറദ്ദിദു. സഹാദഹു ഫീ മൽജഇ, എന്റെ കടപ്പറയിൽ അദ്ദേഹം സാഹിദാണ്. കടപ്പറയോട് വിട പറഞ്ഞ ആളാണ് അദ്ദേഹം. അതുകൊണ്ട് കഅബേ, ഒരു നല്ല വിധി പ്രഖ്യാപിക്കണം. നിങ്ങൾ ഇതിന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വിധി പറയണം. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നഹാറുഹു വലൈലുഹു ലാ യർഖുദു ഫലസ്തു ഫീ അംരിൻ നിസാഇ അഹ്മദു. ലയാലുഹു, അദ്ദേഹത്തിന്റെ രാത്രികളും, വനഹാറുഹു, അദ്ദേഹത്തിന്റെ പകലുകളും, ലാ യർഖുദു, ആ മനുഷ്യൻ ഉറങ്ങാറില്ല. രാത്രിയായാൽ നിസ്കാരവും കരച്ചിലും, പകൽ സമയത്ത് അതുപോലെ തന്നെ നോമ്പ് നോറ്റുകൊണ്ടുള്ള പ്രാർത്ഥനയും. അദ്ദേഹത്തിന്റെ രാവും പകലും ഉറക്കില്ലാത്ത നിദ്രാവിഹീനങ്ങളായ രാപ്പകലുകളാണ്. ലയാലുഹു വലൈലുഹു ലാ നഹാറുഹു വലൈലുഹു ലാ യർഖുദു. പക്ഷേ ഫലസ്തു ഫീ അംരിൻ നിസാഇ അഹ്മദു, സ്ത്രീ വിഷയത്തിൽ മാത്രം ഞാൻ മൂപ്പരെ അഭിനന്ദിക്കൂല. പെണ്ണെന്താന്ന് സാധുവിന് അറിയില്ല. ബാക്കിയെല്ലാം നിസ്കാരവും നോമ്പും പള്ളിയും ഇബാദത്തും ഒക്കെ കണ്ടീഷൻ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ചെറുപ്പ ഇവള് തിരക്കടില്ലല്ലോ, എന്നെ പറ്റി കോടതിയിൽ വന്ന് പരാതി പറഞ്ഞു എന്നല്ലപ്പോ പാട്ടും പാടി. ഭാര്യയാണ് ഈ പാട്ട് പാടിയെന്ന് ആർക്ക് മനസ്സിലാകുന്നു? ഭർത്താവിന് മനസ്സിലാകുന്നു. ഉടനെ ഭർത്താവ് എന്ത് ചെയ്തു? പിണങ്ങണ്ട, പറഞ്ഞത് കാര്യമാണെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമല്ല. ഭാര്യ പറഞ്ഞ ന്യായമാണ്. ഉടനെ ഭർത്താവിന് തോന്നി, ഭാര്യ ഒരു കവിത പാടിയ സ്ഥിതിക്ക് നമുക്കൊരു കവിതയാണ് പാടാം അല്ലെ? കവിതയിലൂടെ തന്നെ പ്രശ്നം പരിഹരിക്കാം. ഭാര്യ കവിത പാടി തന്റെ വേദനകൾ അവതരിപ്പിച്ചപ്പോ ഭർത്താവ് കവിതയിലൂടെ മറുപടി. അതിന് എന്താ ഭർത്താവിന്റെ മറുപടി? ഭർത്താവ് കവിതയിലൂടെ അതിന് മറുപടി പറയുകയാണ്. സഹാദനി ഫിന്നിസായി വഫിൽ ഹജൽ ഇന്നിംറഉൻ അദ്ഹാലനി മാ നസൽ ഫീ സൂറത്തിൻ നഹ്ലി ഫീ സൂറത്തിൻ നഹ്ലി വഫി സബ്ഇ തിവൽ വഫി കിതാബില്ലാഹി തഖ്വീഫുൻ ജലിൽ. സഹാദഹു ഫിന്നിസായി വഫിൽ ഹജൽ ഇന്നിംറഉൻ അദ്ഹാലനി മാ നസൽ. മണിയറയിലും സുന്ദരിയായ പെണ്ണിലും എനിക്ക് വിരക്തി ഉണ്ടായത്, മടുപ്പുണ്ടായത് എന്തുകൊണ്ടാണ്? സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ പറ്റി പേടിപ്പിച്ചറിയിച്ചത്, നരകത്തെ പറ്റി ഭയപ്പെടുത്തി അറിയിച്ചിട്ടുള്ളത് 7 നീണ്ട സൂറകൾ. സൂറത്തുൽ ബഖറ, ആല ഇംറാൻ, നിസാ തുടങ്ങിയിട്ടുള്ള തലക്കലുള്ള നീണ്ട 7 സൂറത്തുകൾ. ആ 7 സൂറത്തുകളിലും നരകത്തെ പറ്റി, പരലോകത്തെ പറ്റി ഭയപ്പെടുത്തി അറിയിച്ച പേടി വന്നപ്പോൾ സഹാദനി ഫിന്നിസായി വഫിൽ ഹജൽ ഇന്നിംറഉൻ അദ്ഹാലനി മാ നസൽ ഫീ സൂറത്തിൻ നഹ്ലി വഫി സബ്ഇ തിവൽ വഫി കിതാബില്ലാഹി തഖ്വീഫുൻ ജലിൽ. അല്ലാഹുവിന്റെ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ ഓതിക്കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ പേടിപ്പെടുത്തലാണ്, കിടുകിടാ വിറപ്പിക്കുന്ന ആയത്തുകളാണ്. ആ ആയത്തുകൾ ഓതി വിറവറച്ചപ്പോൾ ഞാൻ പരലോകത്തിൽ ലയിച്ചുപോയി, പള്ളിയെ പ്രണയിച്ചുപോയി, മണിയറയെ വെറുത്തുപോയതാണ്. പരലോകത്തെ പേടിച്ചിട്ടാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടാണ്. മൂപ്പര് ന്യായം പറഞ്ഞു. ഇനി വിധി പറയേണ്ട ആരാ? കഅബാണ്. കഅബ് കരുതി രണ്ടാളും പാട്ട് പാടിയ സ്ഥിതിക്ക് ഞാനായിട്ട് പറയണ്ട, പാടിക്കളയാം.
മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹു മറുപടിക്ക് പാടിക്കൊടുക്കുന്നു, പ്രശ്നം പരിഹരിക്കുന്നു. ഇന്നാലഹാ അലൈക ഹഖ്ഖൻ യാ റജുൽ നസീബുഹാ ഫീ അർബഇൻ ലിമൻ നഖൽ ഫഅതി ഹാദാക വദഅ അൻകൽ ഇലൽ. ഇന്നാലഹാ അലൈക ഹഖ്ഖൻ യാ റജുൽ നസീബുഹാ ഫീ അർബഇൻ ലിമൻ നഖൽ. ഏ ചെറുപ്പക്കാരാ, നിനക്ക് നിന്റെ ഭാര്യയോടൊരു അവകാശമുണ്ട്. പെണ്ണ് കെട്ടിയാൽ അവളോട് ചില അവകാശങ്ങളുണ്ട്. വഇന്ന ലിസൗജിക അലൈക ഹഖ്ഖാ, ഭാര്യയോട് നിനക്ക് അവകാശമുണ്ട്. എന്താണ് ആ അവകാശം? 4 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ഭാര്യയ്ക്കുള്ള രാത്രിയാണ്. 3 ദിവസം നിനക്ക് നിസ്കരിക്കാം. 4ാമത്തെ ദിവസം നിസ്കരിക്കണമെങ്കിൽ ഭാര്യയുടെ സമ്മതം വേണം. ഫർള് നിസ്കരിക്കാനല്ല, നേരം പുലരോളം നിസ്കരിക്കാൻ. 3 ദിവസം നീ രാത്രി പുലരുവോളം നിസ്കരിച്ചു. 4ാമത്തെ ദിവസം ഭാര്യയെ വിളിക്കല്ല, ഞാൻ കഴിഞ്ഞ 3 ദിവസം ഇബാദത്തിലായി, ഇന്ന് 4ാമത്തെ ദിവസം നിന്റെ ഇഷ്ടത്തിന് വിടാനാണ് ശറഈന്റെ കൽപ്പന. ഞാൻ നിസ്കരിക്കാൻ നിൽക്കണോ അതോ നിന്റെ കൂടെ ചെലവാക്കണോ? ഭാര്യ പറഞ്ഞു, ഇന്ന് എന്റെ കൂടെ ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവളെ മനം കുളിർപ്പിക്കാൻ വേണ്ടി അവളെ കൂടെ രാത്രി ചെലവഴിക്കലാണ് നേരം പുലരുവോളം നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇസ്ലാമാണ്. ഈ കാര്യങ്ങളും ഭർത്താവ് ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു നല്ല ഭർത്താവാൻ ആവശ്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ് എന്ന വിഷയം ചുരുക്കി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം.